പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ സജീവ പ്രവർത്തകരെ, ഭാരവാഹികളെ, മറ്റ് സഹയാത്രികരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. അല്പം വൈകിപ്പോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആ റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടന്നതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 തവണ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് അല്പം വൈകിപ്പോയത്. ഏതായാലും വൈകിപ്പോയെങ്കിലും ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള, ഇത്രയും എൻലൈറ്റൻഡ് ആയിട്ടുള്ള, പ്രബുദ്ധമായ ഒരു സദസ്സിലേക്ക് വരുവാനും നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുവാനും മഹാകവികളും, കുരീപ്പുഴ അടക്കമുള്ള മഹാകവികൾ, എഴുത്തുകാർ, വൈജ്ഞാനിക പ്രവർത്തകർ, ജീവിതത്തിൻ്റെ പോരാട്ടത്തിൻ്റെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സജീവമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇവരെയൊക്കെ ഈ കാലത്തും ഈ വളരെ കലുഷമായിട്ടുള്ള, ആശങ്കാജനകമായ ഈ അമിത പ്രാതിനിധ്യത്തിൻ്റെ, സമഗ്രാധിപത്യത്തിൻ്റെ ഭീകര മുഹൂർത്തത്തിൽ പോലും യുക്തിയെയും നീതിയെയും ഉയർത്തിക്കാണിക്കുന്ന ഈ പ്രസ്ഥാനം, കേരള യുക്തിവാദി സംഘം, അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക്, 34ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടന്നു വരുവാനും നിങ്ങളെ ഏവരെയും അഭിവാദ്യം ചെയ്യുവാനും കഴിഞ്ഞതിലുള്ള എൻ്റെ സന്തോഷം അത് അളവറ്റതാണ്. ഞാൻ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകിച്ചും അത് അറിയിക്കുകയാണ്. എൻ്റെ നന്ദിയും എൻ്റെ കടപ്പാടും സ്നേഹവും ഞാനിവിടെ അറിയിക്കും. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചരിത്രത്തെക്കുറിച്ചുള്ളത്. നമ്മെക്കുറിച്ച് തന്നെ, ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം വർത്തമാനത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നാം നമ്മയുടെ ഭാവിയെക്കുറിച്ച് തന്നെയാണ്. ഇരിങ്ങൽ കൃഷ്ണൻ സാർ ഇവിടെ വിവരിച്ചു. ഇത് വർത്തമാനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കൂടെയുള്ള ഒരു വിചാരമാണ്. ചരിത്രത്തെക്കുറിച്ചുള്ള സമീക്ഷ കേവലം ഭൂതകാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കോ അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഭൂതകാൽപ്പനിക അഭിരതിയോ അല്ല, മറിച്ച് ഇത് യഥാർത്ഥത്തിൽ വർത്തമാനത്തിൻ്റെ പ്രശ്നങ്ങളെ സംബോധന ചെയ്യാനുള്ള, ഭാവിയുടെ പരിപ്രേക്ഷ്യങ്ങളെ കരിപ്പിടിപ്പിക്കാനുള്ള ഒരു ആർജവം, ഒരു ആവേശം, ഒരു മാനവികമായിട്ടുള്ള ഒരു ആർജവം തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ചരിത്രത്തെ കൂട്ടുപിടിക്കുന്നത്. നമുക്ക് എത്തിപ്പിടിക്കാൻ മറ്റൊരു പിടിവള്ളിയില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും കപടമായിട്ടുള്ള ഭൂരിപക്ഷ, വ്യാജമായിട്ടുള്ള ഭൂരിപക്ഷവാദങ്ങൾ, വ്യാജമായ മതരാഷ്ട്രവാദങ്ങൾ, വ്യാജമായിട്ടുള്ള ഭൂരിപക്ഷവാദങ്ങൾ ഒക്കെ തന്നെ കൊടുമ്പിരിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഭീകരമായ ഹിന്ദുത്വ ഫാഷിസം, അതിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രമായി വർത്തിക്കുന്ന ബ്രാഹ്മണികമായിട്ടുള്ള ചാതുർവർണ്ണ്യത്തിൻ്റെ, സനാതന വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രം നമ്മുടെ ജനതയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇരുട്ടിലേക്ക് വെളിച്ചം പകരാൻ വേണ്ടിയാണ് നാം ചരിത്രത്തിൻ്റെ ചില ഏടുകളെ, അതിനെ എത്തിപ്പിടിക്കുകയും തിരഞ്ഞു പിടിക്കുകയും അതിനെ പുനരാലോചന ചെയ്യുകയും അതിനെ വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് സംവാദാത്മകമായി മുഖരിതമാക്കുകയും ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പം ആ രീതിയിൽ നമ്മുടെ തെന്നിന്ത്യയുടെ, നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ, നമ്മുടെ തമിഴകത്തിൻ്റെ, പ്രാചീന തമിഴകം എന്ന് പറയുമ്പോൾ അതിൽ ചേരനാട്ട് എന്ന് പറയുന്ന കേരളം, ഇപ്പോഴത്തെ കേരളം, ചേരപുത്തോ അല്ലെങ്കിൽ കേരപുത്തോ എന്ന അശോകൻ 2300 വർഷം മുമ്പ് അഭിവാദ്യം ചെയ്ത പ്രബുദ്ധരായ കേരള മക്കൾ അല്ലെങ്കിൽ ചേരമക്കൾ, അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ നാം പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. ഏതാണ്ട് ആധുനിക കാലം വരെ, ബ്രിട്ടീഷ് കൊളോണിയൽ കാലം വരെയൊക്കെ തന്നെ ഏതാണ്ട് ഇവിടുത്തെ 17-18 നൂറ്റാണ്ട് വരെ ഇവിടുത്തെ ഈ നാട്ടുഭരണങ്ങൾ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ രംഗത്തേക്ക് വരുന്നത് വരെ, തിരുവിതാംകൂറും കൊച്ചിയും അല്ലെങ്കിൽ ബ്രിട്ടീഷ് മലബാറും ഒക്കെ ഉയർന്നു വരുന്നത് വരെയൊക്കെ തന്നെ ഏതാണ്ട് ആ പ്രാക്തനമായിട്ടുള്ള പ്രാചീനമായ തമിഴക സംസ്കാരത്തിൻ്റെ ധാരയുടെ തുടർച്ചയിലായിരുന്നു നാം എന്ന് നാം മറന്നുപോകരുത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ, തെന്നിന്ത്യയുടെ സഭ്യതയുടെ, നാഗരികതയുടെ ആധാരം കിടക്കുന്നത് പഴം തമിഴിലാണ്. സംഘ സംസ്കാരം എന്ന് നാം പറയുന്ന പ്രാചീനമായിട്ടുള്ള പഴന്തമിഴ് പാട്ടുകളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആ പറയുന്ന ജ്ഞാനോദയത്തിൻ്റെ അറിവൊളിയുടെ ഒക്കെ ആധാരം കിടക്കുന്നു. തിരുവള്ളുവരുടെ തിരുക്കുറലും ഇളങ്കോയുടെ ചിലപ്പതികാരവും അതുപോലെ ചാത്തനാരുടെ മണിമേഖലയും വളയാപ്പത്തിയും കുണ്ടലകേശിയും ഒക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള തമിഴിലെ വലിയ മഹാകാവ്യങ്ങൾ,
ഐംപെരുങ്കാപ്പിയം എന്ന് തമിഴിൽ പറയുന്ന തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളുടെ ആധാരഭൂമിക എന്ന് പറയുന്നത് ഈ അശോക സംഘകാലത്ത് പരിണമിച്ചുണ്ടായിട്ടുള്ള ബുദ്ധന്റെ അടിസ്ഥാന ആശയമായിട്ടുള്ള സംഘം എന്ന ആശയത്തിൽ നിന്ന് സംഘം, ബുദ്ധം, ധമ്മം ഇതൊക്കെയാണ് ബുദ്ധന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്ന് പറയുന്നത്. അതിനെയാണ് തൃശരണങ്ങൾ നാം യഥാർത്ഥത്തിൽ ശരണം വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അയ്യപ്പനാണ് നാം ശരണം വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അയ്യപ്പന് ശരണം വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആ ബുദ്ധരൂപിയായിട്ടുള്ളതാണ്, ഒരു ബോധിസത്വനായതുകൊണ്ടാണ്, അവലോകിതേശ്വര ബോധിസത്വനായതുകൊണ്ടാണ് അയ്യപ്പൻ ഇപ്പോഴും നാം ശരണം വിളിക്കുന്നത്. അല്ലെങ്കിൽ പൊന്നിൻ കുരിശു മുത്തപ്പ, പൊന്മല ശരണം എന്ന് ക്രൈസ്തവർ പോലും നമ്മുടെ പൊന്മല എന്ന് പറയുന്ന ആ മലയാറ്റൂർ മുടിയിലേക്ക് പോകുമ്പോൾ, തലമുണ്ടനം ചെയ്ത് സ്ത്രീകൾ പോലും പോകുമ്പോൾ അവർ ശരണം വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ആ മുത്തപ്പനെയാണ്. മുത്തപ്പൻ എന്ന് പറയുന്നത് പറശ്ശിനി മുത്തപ്പനും അതുപോലെ പൊന്മലയിൽ ഇരിക്കുന്ന നമ്മുടെ സെയിന്റ് തോമസ് മുത്തപ്പനും ഒക്കെ തന്നെ ഈ മുത്തപ്പൻ അഥവാ ബുദ്ധപ്പൻ, പുത്തരപ്പൻ, പുത്തരച്ഛൻ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പൊ ബുദ്ധന്റെ ആ അടിസ്ഥാന ആശയമായിട്ടുള്ള ഉദ്ധം, ധമ്മം, സംഘം എന്ന് പറയുന്ന ജനായത്തപരമായ ഗണത്തെയാണ് അദ്ദേഹം സംഘം എന്ന ആശയത്തിലൂടെ ഉദ്ദേശിച്ചത്. അതിനെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആധാരമായിരിക്കുന്നത്. ബുദ്ധന്റെ സംഘം എന്ന ആശയത്തെയാണ് ജനായത്തപരമായ, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള, തുല്യതയും പങ്കാളിത്തവും സാഹോദര്യവും നിറഞ്ഞ ഒരു സാമൂഹ്യ ഭാവന, അതിനാണ് സംഘം എന്ന ആശയം പ്രതിനിധാനം ചെയ്യുന്നത്. ആ സംഘത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രത്തെ, ആധുനിക രാഷ്ട്രത്തെ നയിക്കാൻ ബാബാ സാഹേബ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനിത് ജ്ഞാനോദയ ചിന്ത യൂറോപ്യൻ ജ്ഞാനോദയത്തിൽ നിന്ന് മാത്രമല്ല, മാഗ്ന കാർട്ടയിൽ നിന്നോ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നോ മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന അടിത്തട്ടിലുള്ള ജനതയുടെ മനസ്സിലും മണ്ണിലും, ഇന്ത്യയുടെയും ഏഷ്യയുടെയും മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ബുദ്ധന്റെ അടിസ്ഥാന ആശയമായ സംഘത്തിൽ നിന്നാണ്, സംഘ നിയമാവലിയിൽ നിന്നാണ് ഞാൻ ഈ ആധുനികമായ ഒരു ഭരണഘടന, ജനായത്ത ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സംഘം എന്ന ആശയം യഥാർത്ഥത്തിൽ ബുദ്ധന്റെ അടിസ്ഥാന ആശയമാണ്. ജനായത്തപരമായ ഒരു സാമൂഹ്യ നിർമ്മിതി, ജനായത്തപരമായ ഒരു സാമൂഹ്യ ഘടന, എല്ലാ മനുഷ്യർക്കും സാഹോദര്യ തുല്യതയോടുകൂടി പങ്കാളിത്തവും പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുന്ന, വലിപ്പ ചെറുപ്പമില്ലാത്ത, എത്രമാത്രം ചെറിയ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് പോലും, അതായത് മൈനോറിറ്റീസിന് പോലും, ഏറ്റവും ചെറിയ ന്യൂനപക്ഷങ്ങൾക്ക് പോലും അവരുടെ സ്വരം വേറിട്ട് കേൾപ്പിക്കാനും അതിനെ പൊതുമണ്ഡലത്തിൽ എത്തിക്കുവാനും ചർച്ചയാക്കാനും അതിനെ നിയമനിർമ്മാണത്തിലേക്ക്, പൊതുസമൂഹത്തിന്റെ നിയമത്തിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രൊവിഷൻസ് അടക്കപ്പെടുന്ന വിനയ നിയമങ്ങൾ അടങ്ങിയ ബുദ്ധന്റെ വിനയപിടകത്തിലാണ് അതിന്റെ ആധാരം. വിനയ, സുത്ത, അഭിധമ എന്ന് പറയുന്നതാണ് ബുദ്ധവചനത്തിന്റെ 3 വലിയ പിടകങ്ങളാണ്, പെട്ടികളാണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ പെട്ടകം, പെട്ടി, അട്ടം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ വരുന്നത്. അട്ടത്ത് വെക്കുക, അട്ടത്ത് വെച്ചോ എന്നൊക്കെ ചോദിക്കുന്ന അതാണ്. അപ്പൊ ഏതായാലും അത്തരത്തിലുള്ള അടിസ്ഥാന ആശയമായ സംഘത്തിൽ നിന്നാണ്, ജനായത്ത ഗണം, സമൂഹം എന്ന അടിസ്ഥാന ആശയത്തിൽ നിന്നാണ് നമ്മുടെ സംഘ സംസ്കാരം തെന്നിന്ത്യയിൽ രൂപം കൊണ്ടത്. അപ്പൊ അത് ഏതാണ്ട് ബുദ്ധന് ശേഷം അശോകൻ ആണ് മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണഘടനയായി ബുദ്ധന്റെ ധമ്മത്തെ അംഗീകരിക്കുകയും അദ്ദേഹം അത് ലോകത്തിന്റെ, ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരണം നടത്തുകയും ചെയ്തു. സ്വന്തം മക്കളാണ് കൂടുതൽ ഭിക്ഷുക്കളായി മാറുകയും ഭിക്ഷുണികളായി മാറുകയും അതിന്റെ വലിയ മിഷണറിമാരായി മാറി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. മഹിന്ദൻ, സംഘമിത്ത ഇതൊക്കെ അശോകന്റെ മക്കളാണ്. അവരാണ് സൗത്ത് ഏഷ്യയിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കും സിലോണിലേക്കും ഒക്കെ പോയിക്കൊണ്ട് ഈ ബുദ്ധന്റെ ധമ്മത്തെക്കുറിച്ച്, സംഘത്തെക്കുറിച്ച് ജനങ്ങളെ പ്രബുദ്ധരാക്കാനുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അശോകന്റെ ബൗദ്ധ മിഷണറിമാർ, ഭിക്ഷുക്കളും ഭിക്ഷുണികളും അവരൊക്കെ അക്ഷര വെളിച്ചവുമായിട്ട് ബുദ്ധന്റെ ധമ്മം പ്രചരിപ്പിക്കാൻ അശോകൻ ഉപയോഗിച്ച ലിപി, അതിനാണ് ധമ്മലിപി എന്ന് പറയുന്നത്. പിന്നീട് അതിന് അശോകൻ ബ്രാഹ്മി എന്ന ഇൻഡോളജിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും ഒക്കെ പിന്നീട് ആധുനിക കാലത്ത് വന്നപ്പോൾ അതിന് ബ്രാഹ്മി ലിപി എന്ന് പറയാൻ തുടങ്ങി. പ്രാചീനമായ, പുരാതനമായ സൈന്ധവ ബ്രാഹ്മി, ഇൻഡസ് ബ്രാഹ്മി, അതിൽ നിന്ന് പിന്നീട് പരിണമിച്ചുണ്ടായ അശോകകാലത്ത് അശോകൻ പ്രയോഗിച്ച അശോകൻ ബ്രാഹ്മി, പിന്നീടുള്ള ലേറ്റർ ബ്രാഹ്മി, പിൽക്കാല ബ്രാഹ്മികൾ. അതിൽ നിന്നാണ് നമ്മുടെ തമിഴകത്ത് വട്ടെഴുത്ത് എന്ന് പറയുന്ന ഒരു എഴുത്തുരീതി തന്നെ ഉണ്ടായി വന്നു. 7-8 നൂറ്റാണ്ടിൽ അരിത്തപ്പെട്ടിയിലും അളകാർമലയിലും ഒക്കെ പോയാൽ നമുക്ക് കാണാം,
ജൈനമായിട്ടുള്ള ശ്രമണമായിട്ടുള്ള ജൈനമായ വട്ടെഴുത്തിൻ്റെ ആദ്യ മാതൃക അരിത്തപ്പെട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മുടെ ഒരു എഴുത്തിൻ്റെതായിട്ടുള്ളൊരു മാതൃക, തനതായ മാതൃക സൗത്ത് ഇന്ത്യയിൽ ആദ്യം ഈ പറയുന്ന ഇൻഡസ് ബ്രാഹ്മി, അശോകൻ ബ്രാഹ്മി, പിന്നെ തമിഴ് ബ്രാഹ്മി, അതിൻ്റെ തെക്കൻ വഴക്കങ്ങൾ പാലിയുടെ ദഖിനി പാലി എന്ന് പറയുന്ന പാലിയുടെ തെക്കൻ വഴക്കങ്ങളിൽ നിന്ന് അതിൻ്റെ തെക്കൻ തമിഴ രൂപങ്ങൾ അല്ലെങ്കിൽ തമിഴ രൂപങ്ങൾ. തമിഴ് എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ പ്രാകൃതം എന്ന് തന്നെയാണ് അർത്ഥം. അംബേദ്കർ അവതരിപ്പിക്കുന്ന ഒരു വാദമാണത്. ഹു ആർ ദി അൺടച്ചബിൾസ്, ഹൗ ദേ ബിക്കെയിം സോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ രചനയിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഏറ്റവും നിർണായകമായ രചനയുടെ ആമുഖത്തിൽ തന്നെ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു വെക്കുന്ന ഒരു വാദമാണിത്. തമിഴ് അല്ലെങ്കിൽ തമിളം എന്ന് പറയുന്നത്, പിന്നീട് ദ്രാവിഡം എന്ന് ഇംഗ്ലീഷിൽ യൂറോപ്യൻ ശൈലിയിൽ അതിനെ ദ്രാവിഡം, ദ്രവിഡിയൻ എന്നൊക്കെ വിളിച്ചു. ആ തമിളം അല്ലെങ്കിൽ തമിളം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ തെന്നിന്ത്യയുടെ പ്രാകൃത മൊഴിവഴക്കം തന്നെയാണ് എന്ന വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു നിരീക്ഷണം ബാബാ സാഹേബ് അംബേദ്കറാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഒരു തമിഴ് മൊഴി വഴക്കങ്ങളിൽ ദഖിനി പാലിയുടെ, പഴംതമിഴിൻ്റെയും തെക്കൻ പാലിയുടെയും മൊഴിവഴക്കങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു വാക്കാണ് ഈ പറയുന്ന ചങ്കം എന്ന് പറയുന്നത്. ഈഴം എന്ന് പറഞ്ഞാലും അതാണ്. പിൽക്കാല തമിഴിൽ വന്നിട്ടുള്ള ഈഴം എന്ന് പറഞ്ഞാലും ഈ ഇഴ ചേർന്ന സംഘത്തെയാണ്, സംഘം എന്ന് പറയുന്ന ജനായത്ത സമൂഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അപ്പൊ ഈഴവർ എന്ന് പറഞ്ഞാൽ സംഘത്തിന്റെ ആൾക്കാർ എന്നേ ഉള്ളൂ, സംഘക്കാർ എന്ന് തന്നെയാണ് ഈഴവർ എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ ഇത് നമ്മൾ തമിഴിൽ അല്ലെങ്കിൽ തമിഴ ഭാഷയിൽ, പ്രാകൃത ഭാഷയിൽ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ അർത്ഥം, നമ്മുടെ സ്ഥലങ്ങളുടെയും സ്ഥലനാമങ്ങളുടെയും സമുദായ നാമങ്ങളുടെയും ഒക്കെ തന്നെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയും. ഏതായാലും ആ സംഘ സംസ്കാരം അത് ആണ് തെന്നിന്ത്യയുടെ നാഗരിക സഭ്യതയുടെ ആധാരം. അതിനു മുമ്പും പലതരത്തിലുള്ള സംസ്കാരങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. പക്ഷേ കൂടുതൽ നൈതികവും കൂടുതൽ കാരുണികവും കൂടുതൽ ജനായത്തപരവുമായ ഉൾക്കൊള്ളലിൻ്റെയും പ്രാതിനിധ്യത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയുമായിട്ടുള്ളൊരു ജനായത്ത സംസ്കാരം, ഒരു സംഘ സംസ്കാരം അശോകൻ മിഷണറിമാരുടെ അക്ഷര വെളിച്ചത്തെ തുടർന്നാണ് ഈ ധമ്മലിപിയും അശോകൻ ബ്രാഹ്മിയും ഒക്കെ പ്രചരിപ്പിച്ച് നീതിചിന്ത, ധാർമ്മിക ജീവിത ചിന്ത ഒക്കെ പ്രചരിപ്പിച്ച ഭിക്ഷുണിമാരുടെയും ഭിക്ഷുക്കളുടെയും ആ ബോധന മിഷണറി കാലത്തിന് ശേഷമാണ് നമുക്കുണ്ടായത്. അപ്പം അവിടെ നിന്നാണ് ഈ പറയുന്ന പഞ്ചമഹാകാവ്യങ്ങൾ, തമിഴകത്തിൻ്റെ പഞ്ചമഹാകാവ്യങ്ങൾ പകുതി ജൈനവും പകുതി ബൗദ്ധവുമാണ്. ആജീവകവുമായിട്ടുള്ള ചെറിയ രചനകൾ ഉണ്ടായിട്ടുണ്ട്, പലതും നഷ്ടപ്പെട്ടു പോയി. അപ്പം ആജീവകരുണ്ടായിരുന്നു, ചാർവാക പാരമ്പര്യത്തിൽ വരുന്ന ആജീവകരുണ്ടായിരുന്നു. കവി കുരിപ്പുഴ തന്നെ ചാർവാകനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഭൗതികവാദികൾ ഉണ്ടായിരുന്നു, പല മെറ്റീരിയലിസ്റ്റ് ചിന്താഗതിക്കാരുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ പ്രാമുഖ്യം ജനങ്ങൾക്കിടയിൽ കിട്ടിയത് ധാർമ്മിക ചിന്താഗതി പുലർത്തിയ ബുദ്ധന്റെ മധ്യമാർഗത്തിനാണ്. ജൈനിസവും ഇത് തന്നെയാണ് പറയുന്നത്. ജൈനിസത്തിലും ബുദ്ധിസത്തിലും ആജീവക ചിന്തയിലും ഒന്നും തന്നെ ദൈവമില്ല, അവരൊക്കെ തന്നെ ദൈവഹീനരാണ്. അതുകൊണ്ടാണ് അവരെ ഹീനയാനികൾ, ബൗദ്ധരെ പ്രത്യേകിച്ചും ബ്രാഹ്മണ്യം അപരവൽക്കരിച്ചത് ഹീനയാനി എന്ന് വിളിച്ചുകൊണ്ടാണ്. ഥേരവാദികളെ, ആദി ബുദ്ധമതമായ അശോകൻ ഥേരവാദികളെ ബ്രാഹ്മണ്യം അപരവൽക്കരിച്ചത് ഹീനർ എന്ന് വിളിച്ചുകൊണ്ടാണ്. മ്ലേച്ഛർ, ശൂന്യർ, ഹീനർ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്താണ് ഹീനർ? ഹീനർ എന്ന് പറഞ്ഞാൽ ദൈവഹീനർ എന്നാണ് അർത്ഥം. ദൈവത്തിനും ആത്മാവിനും യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു മതധാർമ്മിക ചിന്തയാണ്. പരമ്പരാഗത മതമേ അല്ല. വൈദിക മതത്തെക്കുറിച്ച് പറയുന്നത് പോലെ അതിനെക്കുറിച്ച് മതം എന്ന് പറയാൻ കഴിയില്ല. ഇതൊരു നൈതികമായ, ധാർമ്മികമായ, യുക്തിചിന്താപരമായ, കാരുണികമായ, എന്നാൽ കാരുണികമായ, കേവല ഭൗതികമല്ല, കേവല യുക്തിവാദമല്ല. യുക്തിക്കും ധാർമ്മിക ഭൗതിക സൗഖ്യത്തിനും വേണ്ടി മാത്രമുള്ള ചിന്തയല്ല, മറിച്ച് നീതിക്കും, സത്യത്തിനും നീതിക്കും, കരുണാമയവും സ്നേഹാർദ്രവും സാഹോദര്യമാർന്നതുമായ മൈത്രീപൂർണമായ പ്രപഞ്ച സ്നേഹത്തിൽ അടിത്തറയുള്ള പ്രാപഞ്ചികമായ മൈത്രീ ഭാവനയോടുകൂടിയുള്ള ഒരു ജീവിതം, അതിനെ കാക്ഷിക്കുന്ന, അതേസമയം തന്നെ ദൈവത്തെയും ആത്മാവിനെയും ഒക്കെ നിരാകരിക്കുന്ന, അപരലോകത്തെയും പരലോകത്തെയും ഒക്കെ നിരാകരിക്കുന്ന അത്തരം സ്വർഗ നരക സങ്കല്പങ്ങളെ പരമ്പരാഗത മതത്തിൻ്റെ, പ്രത്യേകിച്ചും ബ്രാഹ്മണിക വൈദിക മതത്തിൻ്റെ എല്ലാ അഴുക്കുകളെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിലാണ് ശാക്യമുനി ബുദ്ധൻ ഇത് അവതരിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കരുണാമയമായ
എന്നാൽ യുക്തിയുക്ത ഭദ്രമായ നൈതികമായ യുക്തിചിന്തയുടെ ആധാരമുള്ള ചിന്തയായിരുന്നു ബുദ്ധന്റെ ചിന്ത. അപ്പൊ അതുകൊണ്ടാണ് അതിന് അനാത്മവാദം എന്ന് പറയുന്നത്. ആത്മാവിനെ പരിപൂർണമായും നിരാകരിക്കുന്നു. പരമകേന്ദ്രിതമായിരിക്കുന്ന പിന്നെ ഒരു പരമപിതാവായിട്ടുള്ള ഒരു ദൈവത്തെ അത് പരിപൂർണമായും അസ്ഥാനത്താക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം തന്നെ അവിടെ ഉദിക്കുന്നില്ല. എല്ലാം മാറ്റത്തിന് വിധേയമാണ്, അനിത്യവാദമാണ്. അനാത്മവാദം എന്ന് പറയുന്നത് അനിത്യവാദം തന്നെയാണ്. പ്രപഞ്ചം മുഴുവൻ മാറ്റത്തിന് വിധേയമാണ്. അനുനിമിഷം മാറ്റം നടന്നുകൊണ്ടേയിരിക്കുന്നു. മാറ്റമാണ് ലോകത്തിന്റെ കാതൽ. മാറ്റമില്ലാത്തതായി ഒന്നേ ഉള്ളൂ, അത് മാറ്റം മാത്രമാണ്. മാർക്സിനൊക്കെ പിൽക്കാലത്ത് മാർക്സിൻ്റെയൊക്കെ തന്നെ ചിന്തയിൽ അത് ഈ വാക്കുകൾ അലയടിക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന തരത്തിൽ ഇത് പറഞ്ഞത് 2600 വർഷം മുമ്പ് സാക്ഷാൽ ഗൗതമ ബുദ്ധൻ, ഗോതമ അല്ലെങ്കിൽ കോതമ എന്ന് തമിഴകത്ത് വിളിക്കുന്ന കോതൈ, കോതയാർ, മാക്കോതൈ പട്ടണം, കോതമംഗലം, തൃക്കോതമംഗലം, കൊക്കോതമംഗലം, കോതനെല്ലൂർ, കോതകുളങ്ങര, ഇങ്ങനെ കോത പറമ്പ്, കോതാട്, ഇങ്ങനെ കോതയെ ചേർത്തിട്ടുള്ള പറമ്പുകളും സ്ഥലങ്ങളും മാത്രമേ കേരളത്തിലും തമിഴകത്തിലും ഉള്ളൂ. ചേരനാട്ടിലും പാണ്ഡ്യനാട്ടിലും ചോളനാട്ടിലും ഒക്കെ കോതയാണ് ഏറ്റവും വലിയ സ്ഥലനാമ സൂചന. പള്ളിയും ചേരിയും മുട്ടവും വട്ടവും പോലെ കോത ഇവിടെയെല്ലാം കിടക്കുകയാണ്. എന്തുകൊണ്ട്? ഗോതമരാണ് തത്വചിന്തയുടെയും ചിന്തയുടെയും ഭാഷയുടെയും ജീവിതത്തിൻ്റെ ഒക്കെ ആധാരമായിരുന്നു. അതുകൊണ്ടാണ് മണ്ണിലും മനസ്സിലും അദ്ദേഹത്തെ കുടിയിരുത്തിയിരിക്കുകയാണ്. എത്ര മായിച്ചിട്ടും, എത്രമാത്രം പിൽക്കാലത്തുണ്ടായ മഹായാനത്തിന്റെ വിഗ്രഹങ്ങൾ തല്ലിയുടച്ചിട്ടും, എത്രമാത്രം ചവിട്ടിത്താഴ്ത്തിയിട്ടും, മഹാബലിയെ പോലെ വാമനൻ മഹാബലിയെ എന്ന പോലെ ചവിട്ടിത്താഴ്ത്തിയിട്ടും അദ്ദേഹം ഉദിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അദ്ദേഹം മണ്ണിലും മനസ്സിലും കുടിയിരിക്കുകയാണ്. അബോധത്തിലാണ് കിടക്കുന്നത്. അടിച്ചാലും വിളിക്കുന്നത് അദ്ദേഹത്തിനെയാണ്, അയ്യോ എന്നാണ് വിളിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ഏതാപത്തിലും ദക്ഷിണേന്ത്യയിലെ എല്ലാ ജനങ്ങളും അവരുടെ ഭാഷ എന്താകട്ടെ, ഇപ്പോൾ മലയാളം സംസാരിക്കുന്നു, ഇപ്പോൾ ആധുനിക തമിഴ് സംസാരിക്കുന്നു, കന്നഡ സംസാരിക്കുന്നു, തുളു സംസാരിക്കുന്നു, തെലുഗു സംസാരിക്കുന്നു, പിന്നെ അങ്ങനെ കൊങ്കിണി സംസാരിക്കുന്നു, മഹാരാഷ്ട്രയൻ മറാഠി സംസാരിക്കുന്നു, പലതും സംസാരിക്കുന്നു. പക്ഷെ ഇവരെയൊക്കെ അടിച്ചാൽ, ഇവരുടെ കാലൊന്ന് തട്ടിയാൽ, അല്ലെങ്കിൽ കൈ മുറിഞ്ഞാൽ, അല്ലെങ്കിൽ കൈയൊന്ന് പൊട്ടിയാൽ, അല്ലെങ്കിൽ പൊള്ളിയാൽ അവർ വിളിക്കുന്ന അയ്യോ അയ്യോ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. അബോധത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. വ്യാക്ഷേപകാർത്ഥത്തിൽ പോലും ആ ശബ്ദമായിട്ട് പോലും അയ്യോ അയ്യോ എന്നേ വിളിക്കുകയുള്ളൂ. ചാകാൻ നേരത്തും നമ്മളെല്ലാവരും തന്നെ അയ്യോ അയ്യോ എന്നേ വിളിക്കുന്നുള്ളൂ. ഏത് മതവുമാകട്ടെ, ഏത് ജാതിക്കാരുമാകട്ടെ അയ്യോ എന്നേ വിളിക്കുള്ളൂ. അയ്യോ പുത്തോ എന്നാണ്. തിരുവിതാംകൂറിന്റെ ചില ഭാഗങ്ങളിൽ അത് അയ്യോ പൊത്തോ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അയ്യോ എന്ന് മാത്രമല്ല, അവിടെ നിർത്തുന്നില്ല, അയ്യോ പൊത്തോ. എന്താണ് പൊത്തോ? അയ്യോ പൊത്തോ എന്നാണ് വീഴുന്നത്. അയ്യോ തലക്കടി കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ പെട്ടെന്ന് പറ്റിയ അയ്യോ പൊത്തോ എന്നാണ് വിളിക്കുന്നത്. എന്താണ് അയ്യോ പുത്തോ എന്നാണ്. പുത്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുത്തര് തന്നെയാണ്, ബുദ്ധരാണ്. പുത്തരച്ഛൻ, ഞാൻ പറഞ്ഞ പുത്തരച്ഛൻ തന്നെയാണ്. മാവേലിക്കര ഇരിക്കുകയാണ്. പുത്തരച്ഛന്മാർ ഒരുപാടുണ്ട്. അതിനിപ്പോ പുത്രച്ഛൻ പകുതി സംസ്കൃതീകരിച്ചു, പുത്രച്ഛൻ എന്നാക്കി. അച്ഛനെ അച്ഛനും അപ്പനെ അബ്ബനും പിന്നെ ഏഭ്യനും ആക്കുക എന്നുള്ളതാണല്ലോ ഈ സംസ്കൃതീകരണ, ഹൈന്ദവീകരണ, സവർണ സംസ്കാരത്തിന്റെ. ഏഭ്യ കലക്കി കുടിക്കട ഏഭ്യ എന്നാണല്ലോ. ചാകാൻ നേരത്തും ഒരേ വെള്ളം കുടിച്ചു മരിക്കരുത്, രണ്ടുപേരും തോണി മറിഞ്ഞ് മരിക്കുകയാണ്. അപ്പോൾ വരേണ്യൻ പറയുകയാണ്, എടാ ഏഭ്യ കലക്കി കുടിക്കട ഏഭ്യ എന്നാണ്. നമ്മുടെ ജനസമുദായങ്ങൾക്ക് പലർക്കും ഒരു ദിവസം 10-18 തവണ ഏഭ്യൻ വിളി കേൾക്കാതെ ഉറങ്ങാൻ കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. അപ്പൊ ആ കാലത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇപ്പോൾ ഈ മനുസ്മൃതിയുടെ പുതിയ സംസ്കാരം. ശ്രുതി പുരാണ പട്ടത്താനങ്ങളിലൂടെ പുനരാനയിച്ചിരിക്കുന്ന ഈ സംസ്കാരം നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. ഈ ഏഭ്യൻ വിളിയിലേക്കും ഈ പറഞ്ഞ അടിയളന്ന് മാറി നിൽക്കുന്ന പരിപാടിയിലേക്കും എറിഞ്ഞടിയുടെ കാലത്തേക്കും ഒക്കെ കൊണ്ടുപോകാനാണ്. ഏതായാലും ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ സംസ്കാരത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ നൈതികമായ ബുദ്ധസഭ്യതയാണ്. ജൈനിസവും ആജീവക ചിന്തയും ചാർവാക ചിന്തയും ജൂതചിന്തയും ക്രൈസ്തവ ചിന്തയും ഇസ്ലാമിക ചിന്തയും ഒക്കെ തന്നെ നിരവധി അത്തരം ധാരകൾ, ഈ പറയുന്ന ഹൈന്ദവേതരമായിട്ടുള്ള, ബ്രാഹ്മണേതരമായ, വൈദികേതരമായ, ചാതുർവർണ്ണേതരമായിട്ടുള്ള നിരവധി ധാരകൾ നമ്മുടെ സങ്കലിത സംസ്കാരത്തിന് ആധാരം പകർന്നിട്ടുണ്ട്. സംഘ സംസ്കാരം അത്തരത്തിലുള്ള ഒരു ബഹുസ്വര സംസ്കാരം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആധാരം ബുദ്ധന്റെ സംഘം എന്ന് പറയുന്ന ആശയം, ധമ്മം, ബുദ്ധം എന്ന് പറയുന്ന ആശയം. ബുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രബുദ്ധരാകാമെന്നാണ്. അല്ലാതെ ഞാൻ മാത്രം
വലിയ കേമനായി ഇതാ എൻലൈറ്റൻമെന്റിൽ എത്തിയിരിക്കുന്നതല്ല, ആർക്കും ബുദ്ധനായി മാറാം, ആർക്കും ബുദ്ധയായി മാറാം. അതാണ് മഹാകവി കുമാരനാശാന്റെ 100 വർഷം പൂർത്തിയാക്കിയ കൃതി തന്നെ അതാണ്, ചണ്ടാല ഭിക്ഷുകി. അതായത് ആർക്കും ഒരു ബുദ്ധയായി പ്രബുദ്ധയായി മാറാം. ചക്രവർത്തിയോടും പ്രസേനജിത്തിനോടെന്നല്ല, സാക്ഷാൽ ഗൗതമ ബുദ്ധനോട്, കോതയാരോട് തന്നെ സംവാദങ്ങൾ നടത്താം. മനുഷ്യനെ കുറിച്ച് ചണ്ടാലി തൻ മെയ് ദ്വിജന്റെ പിണ്ടത്തിന് ഊഷരമോ എന്ന് അദ്ദേഹം ബുദ്ധനോടോ അല്ലെങ്കിൽ മഹാരാജാവിനോടോ ചക്രവർത്തിയോടോ നേരിട്ട് ചോദിക്കുന്ന ഒരു ദലിത് വനിതയായിട്ട് പോലും അവരെ അവതരിപ്പിച്ചിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ആർക്കും തന്നെ, ഒരു ദലിത് വനിതയ്ക്കോ ഏറ്റവും അടിത്തട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട അടിസ്ഥാന മനുഷ്യർക്കോ ആർക്കും ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലൂടെ, ചിന്തയിലൂടെ, മനനത്തിലൂടെ, ധ്യാനത്തിലൂടെ പ്രബുദ്ധരായി മാറാൻ കഴിയും. ധമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ആധാരമായ നീതി നിയമാവലി എന്നാണ് അർത്ഥം. നൈതികമായ കരാറാണ്. ഭരണഘടന പോലെ തന്നെ എല്ലാ ബഹുജനങ്ങൾക്കും, പ്രത്യേകിച്ചും ജാതിയുടെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ വെട്ടിനീക്കപ്പെട്ട ജനതയ്ക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന നൈതിക കരാറാണ് നമ്മുടെ ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന. അതിന് വലിയ വെല്ലുവിളികൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക സംവരണത്തിലൂടെ ഒരു വശത്ത് പ്രാതിനിധ്യം ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നു, മറ്റ് നിരവധി തലങ്ങളിലൂടെ അതിൻ്റെ ഫെഡറലിസം, ഫെഡറൽ തത്വങ്ങൾ, സ്റ്റേറ്റുകളുടെ അധികാരങ്ങൾ, വിദ്യാഭ്യാസ നയത്തിലടക്കം NEP എന്ന് പറയുന്ന EWS, NEP ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ തൊഴിൽ നിയമങ്ങൾ, പുതിയ തൊഴിൽ നിയമങ്ങൾ, പുതിയ പാരിസ്ഥിതിക നിയമങ്ങൾ, പുതിയ നിയമാവലികളായിട്ട് കൊണ്ടുവരുന്നതെല്ലാം തന്നെ ഈ സർക്കാരിൻ്റെ ഹൈന്ദവ ദേശീയവാദ ഭരണകൂടം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ നിയമപരിഷ്കരണങ്ങളും നമ്മുടെ ഭരണഘടനയുടെ ആധാരത്തെ തകർക്കുക, അതിൻ്റെ ജനായത്ത പ്രാതിനിധ്യ വ്യവസ്ഥയെ, അതിൻ്റെ ഫെഡറലിസത്തെ, അതിൻ്റെ സോഷ്യലിസ്റ്റ് തത്വങ്ങളെ ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന പരിപാടികളാണ് എന്നുകൂടി നാം അറിയേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ് നാം ഈ പറയുന്ന ധാർമ്മിക അടിത്തറകളിലേക്ക് നാം ചിന്തിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയൊക്കെ ആധാരമായിരിക്കുന്ന മൗലിക തത്വങ്ങളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച് നാം വീണ്ടും വീണ്ടും ആലോചന ചെയ്യുന്നത്, അതെല്ലാം ഇന്ന് പ്രതിസന്ധിയിലും വലിയ വെല്ലുവിളിയിലും നാശത്തിലും എത്തിയിരിക്കുന്നത് കൊണ്ടാണ് നാം ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബുദ്ധം എന്ന് പറഞ്ഞാൽ അതാണ്, എൻലൈറ്റൻമെന്റ് ആണ്. ആർക്കും പ്രബുദ്ധരായി വിദ്യാഭ്യാസത്തിലൂടെ, ബോധനത്തിലൂടെ അത് സാധ്യമാണ്. ധമ്മം എന്ന് പറഞ്ഞാൽ അത് നീതി നിയമാവലിയാണ്. മനുഷ്യരും പ്രകൃതിയും, മനുഷ്യരും ഈ പ്രപഞ്ചവും ഒക്കെ തമ്മിലുള്ള ഒരു കരാറാണ്, നൈതികമായ കരാറാണ്, അത് ലംഘിക്കരുത്. അതുപോലെ തന്നെ സംഘം എന്ന് പറഞ്ഞാൽ ജനായത്തപരമായ സാമൂഹ്യ ഭാവന. ജനായത്തം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാതിനിധ്യത്തിന്റെ കലയും രാഷ്ട്രീയവുമാണ്. സാധ്യതയുടെ കലയാണ് ജനായത്തം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും, സംഘത്തിലെ ഓരോ അംഗങ്ങൾക്കും തുല്യമായ, അർഹമായ, മതിയായ, പര്യാപ്തമായ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അതാണ് അടിത്തറ. പ്രാതിനിധ്യമില്ലാതെ ജനായത്തമില്ല. അതാണ് EWSലൂടെ അമിത പ്രാതിനിധ്യത്തിൽ ഇരിക്കുന്ന സവർണർക്കും മുനാക്കർ എന്ന് പറയുന്ന അമിത പ്രാതിനിധ്യക്കാർക്കും വേണ്ടി നടത്തിയ ഈ സാമ്പത്തിക സംവരണത്തിലൂടെ അട്ടിമറിക്കപ്പെട്ടു. അപ്പൊ അതിൻ്റെ അടിസ്ഥാന ആശയമാണ് സംഘം. ജനായത്തത്തിന്റെ അടിസ്ഥാന പ്രാതിനിധ്യ തലമാണ് സംഘം എന്ന് പറയുന്നത്. അപ്പൊ ഈ അടിത്തറയിൽ ഉണ്ടായ ഒരു സംസ്കാരമാണ്, സൗത്ത് ഇന്ത്യയിലാണ് അത് സാധ്യമായത്. ബുദ്ധന്റെ കാലത്ത് വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അശോകന്റെ കാലത്തിന് ശേഷം BC ഏതാണ്ട് 1-ാം നൂറ്റാണ്ടോടുകൂടി അശോകന്റെ കൊച്ചുമകനെ ബൃഹദ്രഥ മൗര്യനെ ചതിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. ഒരു ബ്രാഹ്മണ സേനാനി, പുഷ്യമിത്ര ശുങ്കൻ എന്ന് പറയുന്ന ഒരു ചതിയൻ സേനാനായകൻ വന്ന് തൻ്റെ അവസാനത്തെ ബൗദ്ധ ചക്രവർത്തിയെ പിന്നിൽ നിന്ന് കുത്തി ചതിയിലൂടെ കൊല്ലുകയാണ്. അങ്ങനെ ചതിയിലൂടെ അവരെ ഇല്ലാതാക്കി, അവസാനത്തെ ബൗദ്ധ ചക്രവർത്തിയെ ഇല്ലാതാക്കി ബ്രാഹ്മണ ശുംഗഭരണം അധികാരത്തിലേറി. അതോടുകൂടി മനുസ്മൃതിയുടെ വാഴ്ച തുടങ്ങി എന്നാണ് അംബേദ്കർ അടക്കമുള്ള ചരിത്ര രചയിതാക്കൾ നമ്മളോട് ഓർമ്മിപ്പിക്കുക. അപ്പൊ അങ്ങനെ അവിടെ ഇല്ലാതാക്കി. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 6-7 നൂറ്റാണ്ട് വരെ, കോമൺ ഇറയിൽ, ക്രിസ്തുവർഷം എന്ന് പഴയ ശൈലിയിൽ പറയുന്ന പുതുവർഷത്തിൽ, കോമൺ ഇറയിൽ ഏതാണ്ട് 6-7-8 നൂറ്റാണ്ട് വരെ പ്രബുദ്ധമായിട്ടുള്ള ബൗദ്ധ ജൈന സംസ്കാരങ്ങൾ നിലനിന്നു. അതാണ് ചേര ചോള പാണ്ഡ്യ നാടുകളുടെ പ്രാധാന്യം. അവരെയാണ് മൂവേന്തർ എന്ന് വിളിക്കുന്നത്. ചേര ചോള പാണ്ഡ്യ മന്നന്മാരാണ്, വലിയ മൂപ്പന്മാരാണ്. അവരാണ് അതിനെ സംരക്ഷിച്ചു പോകുന്നിരുന്നത്. അവർ പലരും ബുദ്ധമുനിമാരെ പോലെ
അശോകനെ പോലെ ഭിക്ഷുപദം പ്രാപിച്ചവരായിരുന്നു, അർഹതന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവരെ ആദന്മാർ എന്ന് വിളിക്കുന്നത്. പല ചേര രാജാക്കന്മാർക്കും നെടും ചേരലാദൻ എന്നാണ് വിളിക്കുന്നത്. ആദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അർഹതൻ എന്ന് തന്നെയാണ്. ബുദ്ധമുനിമാരെ പോലെ അർഹത പദം പ്രാപിച്ച വലിയ അശോകനെ പോലെയുള്ള ഭിക്ഷു ചക്രവർത്തിമാരായി മാറിയിട്ടുള്ള മൂപ്പന്മാരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ സംഘ സംസ്കാരം രൂപം കൊണ്ടത്. ഇതിൻ്റെ പുരാവസ്തു അവശേഷിപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മധുരയ്ക്കടുത്ത് പാണ്ഡ്യ രാജധാനിയായിരുന്ന, പിന്നെ നമ്മുടെ ചിലപ്പതികാരത്തിലൊക്കെ വർണ്ണിക്കുന്ന കണ്ണകിയുടെയും കോവലൻ്റെയും ഒക്കെ കഥ പറയുന്ന ഇളങ്കോ എഴുതിയ, ഇളങ്കോ എന്ന് പറയുന്നത് ചേരനാണ് ഇവിടെ ഇരുന്ന്. ചേരൻ ചെങ്കുട്ടുവന്റെ ഇളയ സഹോദരനാണ്, ഇളയ രാജാവായിരുന്നു ഇളങ്കോൻ. കോൻ എന്ന് പറഞ്ഞാൽ രാജാവാണല്ലോ. അപ്പോ ഇളയ സഹോദരനായിരുന്നു. പക്ഷെ അദ്ദേഹം കിരീടവും ചെങ്കോലും താല്പര്യമില്ലാത്ത, അധികാരം വേണ്ട, ഞാനൊരു ഭിക്ഷുവായി മാറുന്നു എന്ന് പറഞ്ഞ ഒരു ജൈന മുനിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അടികൾ എന്ന് വിളിക്കുന്നത്. ഇളങ്കോനായിരുന്നു, പിന്നീട് അടികളായി മാറി ഒരു ജൈന ഭിക്ഷുവായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇളങ്കോ അടികൾ എന്ന് വിളിക്കുന്നത്. ആ അടികളുടെ ഈ മതിലകത്തിരുന്നുകൊണ്ടാണ് നമ്മുടെ കൊടുങ്ങല്ലൂരിന് വടക്കുള്ള തിരുക്കുണവായും കോട്ടം അല്ലെങ്കിൽ തൃക്കണാ മതിലകം എന്ന് പറയുന്ന മതിലകത്ത് ഇരുന്നു കൊണ്ടായിരുന്നു, പാപ്പിനി വട്ടം എന്ന് പറയുന്ന ആ മതിലകത്തിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ചിലപ്പതികാരം എഴുതി. അവിടെയാണ് വഞ്ചിയെക്കുറിച്ച്, വഞ്ചി മഹാനഗരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമകാലികനും സുഹൃത്തുമായിരുന്ന മറ്റൊരു മഹാകവി, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു, സാധാരണക്കാരനായ ഒരു അരിക്കച്ചവടക്കാരനായി. അദ്ദേഹം പുലയ സമുദായത്തിൽ ജനിച്ച ആ മനുഷ്യനാണ്. ചാത്തനാർ, സീത്തലൈ സാത്തനാർ എന്ന് പറയുന്ന ഒരു മഹാകവിയാണ് മണിമേഖല എന്ന് പറയുന്ന മഹാകാവ്യം തമിഴിൽ എഴുതിയത്. അദ്ദേഹത്തിന്റെ ഒരു ആത്മസഹോദരനാണ്. നാരായണ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും ആത്മസഹോദരൻ എന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകിൽ നാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇളങ്കോയുടെ ഒരു സഹോദരനും സഹോദര കവിയുമായിരുന്നു. നമ്മുടെ മൂലൂരിനെ പ്രേരിപ്പിച്ചത് ഇളയ സഹോദരനായിട്ടുള്ള സഹോദരനാണ്. 100 വർഷം മുമ്പ് ബുദ്ധന്റെ ധമ്മപദം പാലിയിൽ നിന്ന് നേരിട്ട് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ഇപ്പോൾ അതിൻ്റെ ശതാബ്ദിയാണ്. ആരും ആഘോഷിക്കുന്നത്. കേരള യുക്തിവാദി സംഘമെങ്കിലും ആഘോഷിക്കേണ്ട ഒരു പരിപാടിയാണ്. ബുദ്ധവചനത്തെ പാലി ഭാഷയിൽ നിന്ന് നേരിട്ട് 1925 മൂലൂർ പത്മനാഭ പണിക്കർ അത് പൂർത്തിയാക്കി. അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇളയ സഹോദരനായ കവിയായ സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ആധാരമായിരിക്കുന്ന ഗുരുവിന്റെ ഏറ്റവും വത്സര ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞാണ്. അദ്ദേഹത്തിന്റെ പാലി പാണ്ഡിത്യം അത്രയില്ല, പക്ഷെ സഹോദരന്റെ കവിതയിൽ 34 പദ്യകൃതികളിൽ തന്നെ പാലി രചനകളുടെ സ്വതന്ത്ര മലയാള കാവ്യ റെൻഡറിങ് വന്നിരിക്കുക, ആവിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മഹാമംഗളസൂത്രത്തെ സഹോദരൻ മലയാള കവിതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പദ്യകൃതികളിൽ കാണാം. 34 ഇറക്കി. ശാരദ ബുക്ക് ഡിപ്പോയിൽ നിന്ന് മിസ്സിസ് കുമാരനാശൻ അടിച്ചിറക്കിയത്. അപ്പോൾ അങ്ങനെ സഹോദരൻ നിരവധി പാലിയിൽ നിന്ന് ബുദ്ധവചനങ്ങളെ, ബുദ്ധസൂക്തങ്ങളെ കേരളത്തിലേക്ക് സ്വതന്ത്ര കാവ്യങ്ങളായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുതിർന്ന സഹോദര കവിയായ, ഭാഷയിലെ ആദ്യത്തെ അവർണ കവിയായ, കവി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള, കവി ചില്ലുവഴക്ക്, കവി രാമായണ യുദ്ധം അടക്കം നടത്തിയിട്ടുള്ള സാക്ഷാൽ മൂലൂരാണ് ബുദ്ധന്റെ വചനത്തെ, ധമ്മപദത്തെ, ബുദ്ധ ഈ ത്രിപിടകങ്ങളുടെ ഒരു സാരാംശമാണ് ധമ്മപദം എന്ന് പറയുന്നത്. ബുദ്ധവചനങ്ങളുടെ ഒരു കേവലമായിട്ടുള്ള ചെറിയ സാരാംശം, 364 പദ്യങ്ങൾ മാത്രം വരുന്ന ഒരു സംഭവം. അപ്പൊ അതിനെ നമ്മുടെ മൂലൂരാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലാണ്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൽ അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. 2025 ഇപ്പോൾ സമാപ്തമായി. അത് ഈ മൂലൂരിൻ്റെ ധമ്മപദ വിവർത്തനത്തിൻ്റെ 100ാം വാർഷികമാണ് കടന്നുപോയത്. പ്രേരിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ തൻ്റെ ഭാര്യ പിതാവായിരുന്ന ജസ്റ്റിസ് അയ്യാക്കുട്ടി, മറ്റൊരു ഗുരു ശിഷ്യനാണ്, ജസ്റ്റിസ് അയ്യാക്കുട്ടിയെയും പ്രേരിപ്പിച്ചു. അദ്ദേഹം ഒരു കാവ്യ വിവർത്തനം നടത്തി, പക്ഷെ അത് ഇന്ന് ലഭ്യമല്ല. ഏതായാലും സഹോദരനടക്കം നടത്തിയിട്ടുള്ള, മൂലൂരടക്കം നടത്തിയിട്ടുള്ള വലിയ അക്ഷര സമരങ്ങളിലൂടെയാണ് ഈ ബുദ്ധന്റെ വചനം, ജ്ഞാനോദയ ചിന്ത, അറിവൊളി, അത് കേരളത്തിൻ്റെ ആധുനികമായ അറിവൊളി, നാരായണ ഗുരു പ്രതിനിധാനം ചെയ്യുന്ന അറിവൊളിയുടെ പ്രകാശത്തിലേക്ക് വലിയ സംഭാവനകൾ അത് നടത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ, സി വി കുഞ്ഞിരാമൻ ഏറ്റവും അധികം ഇതിനെക്കുറിച്ച്, കേരളത്തിൻ്റെ ബൗദ്ധ സംസ്കാര ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും അധികം ചരിത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് ഗുരുവിൻ്റെ ഏറ്റവും മറ്റൊരു ഗദ്യത്തിൻ്റെ മാസ്റ്ററായിട്ടുള്ള പത്രാധിപരായിരുന്ന നമ്മുടെ സി വി കുഞ്ഞിരാമൻ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് കേരളത്തിൽ ഈ ബുദ്ധിസത്തെക്കുറിച്ച്, സംഘസംസ്കാരത്തെക്കുറിച്ച് ഏറെ എഴുതിക്കൊണ്ടുവന്നത്.
അപ്പൊ ചാത്തനാര് ആണ് മണിമേഖല എഴുതിയത്. അദ്ദേഹവും ഇളങ്കോയും തമ്മിൽ വലിയ സാഹോദര്യമുണ്ടായിരുന്നു. കവികൾ, തത്വചിന്തകർ, എഴുത്തുകാർ എന്നതിലപ്പുറത്തുള്ള വലിയ സാഹോദര്യ ചിന്ത, അവർ മൈത്രിയിൽ അവരൊന്നായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സീക്വലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇളങ്കോ എവിടെ എഴുതിയോ അതിൻ്റെ സീക്വലായിട്ടാണ് ഈ കണ്ണകിയുടെയും കോവലൻ്റെയും കഥ, ആ മാധവി എന്ന് പറയുന്ന ആട്ടക്കാരിയുടെ കഥ, ആ മാധവിയുടെ മകൾ, കോവലിലുണ്ടായ മകളുടെ കഥയാണ് സീക്വലായിട്ട് നമ്മുടെ ചാത്തനാർ എഴുതിയിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന മണിമേഖല. ഈ മണിമേഖല, മാധവി, ഇവരൊക്കെ തന്നെ അവര് പിന്നീട് ഈ പറയുന്ന ലോക സംസാര ജീവിതത്തിൽ നിന്ന് പിന്നെ എന്താണ് അതിൻ്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് അതിൻ്റെ സങ്കടവേദനകളെ തരണം ചെയ്യാൻ വേണ്ടി ബുദ്ധൻ്റെ ധർമ്മ മാർഗത്തിലേക്ക് വരുന്നു. അവർ ഭിക്ഷുണികളായി മാറുകയാണ്. അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നത് വഞ്ചി എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ മതിലകം, കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന, മുസിരിസ് എന്നൊക്കെ പറയുന്ന ഈ മാക്കോദൈ പട്ടണം, മഹോദയപുരം, മുജിരി പത്തനം എന്നൊക്കെ പറയുന്ന കൊടുങ്ങല്ലൂരിൽ വല്ല വഞ്ചി സർവകലാശാലയിൽ വന്നുകൊണ്ടാണ് ഈ മാധവിയുടെ മകളായിട്ടുള്ള മണിമേഖല ഉന്നത ബൗദ്ധ ജ്ഞാനത്തിലൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടുക. അവരുടെ ഒരു ഗുരുവുണ്ട്, അദ്ദേഹമാണ് അറവാണ അടികൾ. മാധവി, മണിമേഖല ഇവരൊക്കെ പാണ്ഡ്യനാട്ടിൽ നിന്നും, പൂമ്പുഹാറിൽ നിന്നും, മധുരയിൽ നിന്നും, പിന്നെ കാഞ്ചിയിൽ നിന്നും, ഇന്നത്തെ കാഞ്ചീപുരം എന്ന് പറയുന്ന പഴയ ബുദ്ധ കാഞ്ചിയിൽ നിന്നും വഞ്ചിയിലേക്ക്, ഈ പറയുന്ന പടിഞ്ഞാറൻ കിഴക്കൻ തീരത്ത് നിന്ന്, പൂമ്പുഹാറിൽ നിന്നും കാഞ്ചിയിൽ നിന്നും വഞ്ചിയിലേക്ക് വരുന്നത്, വഞ്ചി കാണ്ഡം തന്നെ മണിമേഖലയിൽ അവതരിപ്പിച്ചു. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്, ചരിത്ര സംഭവങ്ങളെ ഈ മഹാകവികൾ, ബൗദ്ധരും ജൈനരുമായിട്ടുള്ള നമ്മുടെ ശ്രമണ കവികൾ, ബുദ്ധമുനിമാർ തന്നെയായിരുന്നു. അവര് ഈ മഹാചരിത്രങ്ങളെ തന്നെയാണ്, യഥാർത്ഥ കഥാപാത്രങ്ങളെ തന്നെയാണ് അവർ അവതരിപ്പിച്ചത്. യഥാർത്ഥ സിറ്റികളെ കുറിച്ചാണ്, വഞ്ചി മഹാനഗരത്തെക്കുറിച്ച്, കാഞ്ചി മഹാനഗരത്തെക്കുറിച്ച്, കാവേരി പൂമ്പട്ടണം എന്ന് പറയുന്ന പൂമ്പുഹാറിനെ കുറിച്ച് ഒക്കെ തന്നെയാണ്. നമ്മുടെ ചേരമലയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും ചേരമല അവിടെ നിൽക്കുകയാണ്, തട്ടേക്കാടിനടുത്ത്. അതുപോലെ ആ ബോധി മലനിരകൾ കയറി പിന്നെ ബോധിനായകനൂര് വഴി പാണ്ഡ്യനാട്ടിലേക്ക്, മധുരയിലേക്ക് പോകുന്ന മലമ്പാതകളെ കുറിച്ച്, നമ്മുടെ ഈ ഞാൻ പറഞ്ഞ പൊന്മല, മലയാറ്റൂർ മുടി, അവിടെ ചേരൻ ചെങ്കുട്ടുവൻ നേരിട്ട് എഴുന്നള്ളിയിരിക്കുന്നതും, അദ്ദേഹം ആ പെരിയാർ ഒഴുകുന്ന കാനന ഭംഗികൾ അവിടെ ഇരുന്ന് വീക്ഷണം നടത്തുന്നതും ഒക്കെ ഇളങ്കോ എഴുതിയിരിക്കുകയാണ് ചിലപ്പതികാരം. അതുപോലെ തന്നെ മറ്റ് 18 അതുപോലെ അകനാനൂറ്, പുറനാനൂറ് ഇങ്ങനെയൊക്കെ പറയുന്ന 18 മേൽക്കിഴക്കിലും 18 കീഴ്ക്കിഴക്കിലും ഒക്കെ വരുന്ന ഈ സംഘ പാട്ടുകളിൽ, പഴംപാട്ടുകളിൽ അത് ഈ ചേരൻ്റെ രാജധാനിയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്, ചേരൻ്റെ സഹോദരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പുലയ യുവാക്കന്മാരുമായിരുന്ന മധു നുകരുന്നതിനെ കുറിച്ച്, തെങ്ങിൻ്റെ മധു നുകരുന്നതിനെ കുറിച്ച് പരാമർശം വന്നിട്ടുണ്ട്. അപ്പോ പുലയരും പറയരും എന്ന് പറഞ്ഞ വള്ളുവരും കുറവരും ഒക്കെ തന്നെ, പിന്നെ വില്ലവരും ഒക്കെ തന്നെ അടങ്ങുന്ന വലിയ ജനസഞ്ചയം യാതൊരു ജാതി മത വ്യത്യാസവും ഇല്ലാതെ കലർന്ന് ജീവിക്കുകയും യാതൊരു തൊട്ടുകൂടായ്മയും തീണ്ടലും അത്തരം വൃത്തികേടുകളോ ഒന്നുമില്ലാതെ, വർണ്ണാശ്രമധർമ്മത്തിന്റെ അഴുക്കുകളോ ഭീകരതകളോ ഇല്ലാതെ മനുഷ്യ സാഹോദര്യത്തോടെ ജീവിക്കുന്നതുമാണ് നാം ഈ പഴന്തമിഴ് പാട്ടുകളിൽ കാണുന്നത്. അല്ലാതെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കൊല്ലുന്നതോ, അല്ലെങ്കിൽ ആ ശംഭൂകനെ എടാ നീ ശൂദ്രനാണോടാ, നീ ഏത് യോനിയിൽ ജനിച്ചു എന്ന് ചോദിച്ച് വാളെടുത്ത് അവൻ്റെ ഒരു താപസന്റെ, ഒരു മുനിയുടെ ധ്യാനം ചെയ്യുന്ന വിദ്യാഭ്യാസം നേടി എന്ന കുറ്റത്തിന്, അക്ഷരം പഠിപ്പിച്ചു ഇതര ശൂദ്രക്കുട്ടികളെയോ സ്ത്രീകളെയോ പഠിപ്പിച്ചു എന്ന പേരിൽ അവൻ്റെ കഴുത്തറക്കുന്ന ഒരു സംസ്കാരമല്ല. മദനമോഹന മാളവി ഇവിടെ 29 വന്ന് തിരുനക്കര വന്ന് വിളിക്കുകയാണ്, ജയ് ശ്രീരാം വിളിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നിട്ട് പറയും ജയ് രാവൺ എന്ന് പറഞ്ഞ് കുറെ പേര് ചാടി എഴുന്നേക്കാണ്. ആരാണ്? സഹോദരൻ അയ്യപ്പനും കൂട്ടരുമാണ് അവിടെ എഴുന്നേറ്റത്. SNDPയുടെ ഒരു വേദിയിൽ വന്നിട്ട് ജയ് ശ്രീരാം വിളിച്ചപ്പോൾ അന്ന് അവിടെ ചാടി എഴുന്നേറ്റു സഹോദരനും കൂട്ടരും. അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന അയോധ്യാപതിയായ രാമനെ കുറിച്ചാണോ നിങ്ങൾ ഈ ജയ് ശ്രീരാം വിളിക്കാൻ പറയുന്നത്? അയാൾ പിന്നെ ദൈവം പോയിട്ട് മനുഷ്യൻ പോലും ആകുന്നില്ല. ശംഭൂകനെ ശൂദ്രൻ എന്ന് വിളിച്ചുകൊണ്ട് വർണ്ണവും ജാതിയും പറഞ്ഞ് നീചയോനി, മ്ലേച്ഛയോനി, ശൂദ്രയോനി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു താപസന്റെ, ഒരു മുനിയുടെ, അക്ഷരം പഠിപ്പിച്ച ഒരു മുനിയുടെ, ധ്യാനം ചെയ്ത ഒരു മുനിയുടെ, മനനം ചെയ്ത മുനിയുടെ കഴുത്തറുത്ത ആ മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്ന? ആൾ മനുഷ്യൻ പോലുമല്ല, മൃഗമാണ്. അത് ഗുരു നേരത്തെ എഴുതിയിരിക്കുകയാണ്. കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തിനു തുല്യനവൻ എന്ന് നാരായണ ഗുരു 1913 തന്നെ
ജീവകാരുണ്യ പഞ്ചകത്തിൽ എഴുതി. കോഴിയെ കൊല്ലുന്നതിനെ കുറിച്ചല്ല, ആടിനെയോ പോത്തിനെയോ കൊന്ന് ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചല്ല അദ്ദേഹം എഴുതിയ. മനുഷ്യൻ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ കൊല്ലുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അവൻ മൃഗമാണ് എന്നാണ് പറഞ്ഞത്. അവൻ മൃഗമാണ്, അവൻ ദൈവമല്ല, മനുഷ്യൻ പോലുമല്ല, വെറും മൃഗമാണ്, മൃഗത്തിനു തുല്യനവൻ. കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായികിൽ മൃഗത്തിനു തുല്യനവൻ എന്ന് പിന്നെ മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും അവൻ മൃഗത്തിനു തുല്യനാണ് എന്നാണ് നാരായണ ഗുരു അസന്നിഗ്ധമായി എഴുതിയിരിക്കുകയാണ്. തത്വചിന്താപരമായ തൻ്റെ പ്രബുദ്ധമായ ബോധനാത്മക കവിതയിൽ ജീവകാരുണ്യ പഞ്ചകത്തിൽ അത് എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് സാക്ഷാൽ സഹോദരൻ അവിടെ ഒരു സംശയമില്ലായിരുന്നു, ഗുരു അവിടെ ഇല്ലായിരുന്നു. എങ്കിൽ പോലും 29 തിരുനക്കര വെച്ച് എഴുന്നേറ്റ് ഇത് പറയുകയും ജയ് രാവൺ വിളിക്കുകയും ചെയ്തു. ആ ശംഭൂകനെ വധിച്ച, ഈ ബാലിയെ അടക്കം ഒളിയം പെയ്ത് കൊന്ന, ഇത്രയും മനുഷ്യരെ ഇല്ലാതാക്കിയ വധിച്ച രാമൻ ദൈവം പോയിട്ട് മനുഷ്യനാകുന്നില്ല, അതിലും എത്രയോ രാമരാജ്യത്തെക്കാൾ എത്രയോ ഭേദമാണ് രാവണന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞ് ജയ് രാവൺ വിളിക്കുകയാണ് അവർ അവിടെ ചെയ്തു. അവിടേക്കാണ് ഇപ്പോൾ രാമന്റെ ലീലകളുമായിട്ട് ആൾക്കാർ, പുരാണ പട്ടത്താനികൾ ഇറങ്ങിയിരിക്കുകയാണ്. രാമൻ ആത്മാരമണനാണ്, രാമൻ കൃഷ്ണൻ സബ്വേഴ്സീവായ ദൈവങ്ങളാണ്, ഗാന്ധിയുടെ സത്യബോധമാണ് രാമൻ. ഗാന്ധിയോട് നേരിട്ട് സഹോദരൻ ചോദിച്ചു, അല്ലയോ മിസ്റ്റർ ഗാന്ധി, താങ്കളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലേ എന്ന ചോദ്യം സാക്ഷാൽ നാരായണ ഗുരു ഇരിക്കുമ്പോൾ വർക്കലയിൽ ശിവഗിരിയിൽ വെച്ച് 1925 വൈക്കം പോരാട്ടത്തിൽ ഗാന്ധി വന്ന സമയത്ത് ഗാന്ധിയോട് നേരിട്ട് ചോദിച്ചതാണ്. ഗുരു ഒരു ദിവസം മുഴുവൻ അവിടെ ഇരുത്തി ക്ലാസ് കൊടുത്തു. വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് അനീതിയാണ്, അസമത്വമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, ചാതുർവർണ്ണ്യം അത് മനുഷ്യന് ചേരുന്നതല്ല, അതിനെ പരിപൂർണമായും വർണ്ണാശ്രമധർമ്മത്തെ കൈവിടണം എന്ന് ഗാന്ധിക്ക് ക്ലാസ് കൊടുത്തു. അവിടെ അത് വിശദീകരിച്ചു. താൻ നട്ടുവളർത്തിയ ഒരു മരം, ഒരു തേന്മാവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ മരത്തിന്റെ ഇലകൾ പല വിധത്തിലൊക്കെ ഇരിക്കും, പക്ഷെ അവയുടെ സത്ത ഒന്നാണ്. മരത്തിന്റെ ഈ മാവിന്റെ ഇലകളുടെ ചാറൊന്നാണ്. മനുഷ്യാണം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ. ഈ തത്വം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ ബ്രാഹ്മണ്യവുമായിട്ടാണോ വരുന്നത് എന്നാണ് ചോദിച്ച. സംസ്കൃത പണ്ഡിതന്മാർ, ഗാന്ധിക്ക് സംസ്കൃതത്തിൽ സംസാരിക്കാനും അറിയില്ലായിരുന്നു, പിന്നെ ഇംഗ്ലീഷിലാണ് അദ്ദേഹം ചോദിച്ചത്. മതപരിവർത്തനത്തെ കുറിച്ചുള്ള സംവാദം സി വി കുഞ്ഞിരാമൻ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ആധുനികത, നമ്മുടെ ഇപ്പോൾ നവോത്ഥാനം എന്ന് പറയുന്ന കേരളത്തിന്റെ അറിവൊള്ളി ജ്ഞാനോദയ ചിന്ത, കാരണം ഇപ്പൊ പുതിയ നവോത്ഥാന നായകന്മാരെ സ്ഥാപിക്കുകയാണ്. വിമോചന സമര നായകന്മാരെ നവോത്ഥാന നായകന്മാരാക്കി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അവരുടെ പേരിൽ ക്ഷേത്രപ്രതിഷ്ഠ കേരളത്തിൽ നടക്കുകയാണ്. ക്ഷേത്രപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു, പന്തളത്ത് നടന്നു, ഇനി അടുത്ത സ്ഥലത്ത് വരാൻ പോവുകയാണ്. അവരെ നവോത്ഥാന വിമോചന സമര നായകനെ വിമോചന സമരം വിജയിപ്പിച്ചതിൻ്റെ പേരിൽ ഭാരതകേസരി ബിരുദമെടുത്തണിഞ്ഞ ആളെയൊക്കെ നവോത്ഥാന നായകരാക്കി അവരോധിച്ച് ജനങ്ങളുടെ ചിലവിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ജനങ്ങളുടെ ചിലവിൽ പൊതുവവധി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളം വന്നെത്തിയിരിക്കും. അപ്പൊ ഈ അവസ്ഥയിൽ നവോത്ഥാനം എന്ന പരികല്പനയെ തന്നെ വളരെ പരിപൂർണമായും നാം പുനരാലോചന ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അറിവൊളി, ജ്ഞാനോദയം എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ആധുനികതയുടെ പോരാട്ടങ്ങൾ എന്ന രീതിയിലാണ് നാം അതിനെക്കുറിച്ച് വ്യവഹരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആധുനിക കേരള സംസ്കാരത്തിന്റെ അടിത്തറയാകട്ടെ, നമ്മുടെ പ്രാചീനമായിട്ടുള്ള തമിഴ് സംഘ സംസ്കാരത്തിന്റെ അടിത്തറയാകട്ടെ, ഇതൊക്കെ തന്നെ ബുദ്ധന്റെ അടിസ്ഥാന ആശയങ്ങളാണ് എന്ന കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇതിൻ്റെ തെളിവുകൾ സാഹിത്യമായ തെളിവുകളാണ് ഇളങ്കോയിലും പിന്നെ ചാത്തനാരിലും മറ്റ് ഈ പറയുന്ന സംഘസാഹിത്യത്തിലും കാണുന്നത്. അതിൻ്റെ പുരാവസ്തു തെളിവുകളാണ് നാം ഇപ്പോൾ പട്ടണത്ത് മാത്രമല്ല കീഴടിയിൽ നിന്ന്, പ്രത്യേകിച്ച് മധുരയ്ക്കടുത്തുള്ള കീഴടിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വസ്തുത. അപ്പൊ കീഴടി എന്ന് പറയുന്നത് മധുരയുടെ തെക്കുവശത്തുള്ള ഏതാണ്ട് 10-15 കിലോമീറ്റർ മാത്രം മധുര നഗരത്തിൽ നിന്ന്, ഈ കണ്ണകി എരിച്ച മധുരാപുരത്തിൽ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ മാത്രം തെക്കുവശത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ വളരെയധികം പുരാവസ്തുക്കൾ പുറത്തേക്ക് പോകും. പള്ളിച്ചന്തം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പള്ളി, നമുക്കറിയാം, പള്ളി എന്ന് പറയുന്നത് പഴന്തമിഴിലും പാലിയിലുമുള്ള വാക്കാണ്. ദക്ഷിണി പാലിയിൽ മാത്രമുള്ള ഒരു പ്രയോഗമാണ്. ദക്ഷിണേന്ത്യയിലെ എമ്പാടും പള്ളികളുണ്ട്. തിരുച്ചിറപ്പള്ളി തമിഴകത്താണെങ്കിൽ, എടപ്പള്ളി എന്ന് പറയുന്നത് കേരളത്തിലാണ്. അപ്പം അങ്ങനെ പള്ളികൾ നിരവധിയാണ്.
എല്ലായിടത്തും പള്ളികളും ചേരികളും വട്ടങ്ങളും മുട്ടങ്ങളും കുടങ്ങളും ഒക്കെ തന്നെയാണുള്ളത്. അപ്പൊ ഈ സ്ഥലനാമങ്ങൾ കോതയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇത് സൂചിപ്പിക്കുന്ന ഇവിടെയെല്ലാം ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പാലിയിൽ നിന്നും പഴന്തമിഴിൽ നിന്നും വന്നിട്ടുള്ള ഒരു പദമാണ് പള്ളി എന്ന് ഞാൻ പറഞ്ഞു. ബുദ്ധവിഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പരിശുദ്ധമായ, ഹോളി എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പൊ ആ പദത്തെ തന്നെയാണ് ആദ്യം ബൗദ്ധരും ജൈനരും ജൂതരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ ആരാധനാ ഇടത്തെ സൂചിപ്പിക്കാൻ പള്ളി എന്ന വാക്കാണ് ദക്ഷിണേന്ത്യയിൽ അയ്യൻ എന്ന് വിളിക്കുന്ന പോലെ, ആരാണെങ്കിലും ഏത് ജാതിയും മതവുമാണെങ്കിലും എല്ലാവരും അയ്യോ അയ്യോ എന്ന് വിളിക്കുന്നത് പോലെ ഇവരെല്ലാം തന്നെ പള്ളി പള്ളി, എൻ്റെ പള്ളി എന്നാണ്. പള്ളി പറഞ്ഞാൽ മതി. പള്ളിയും പട്ടക്കാരും പള്ളിയും പള്ളിക്കൂടവും പട്ടം കെട്ടലും പട്ടം കൊടുക്കലും ഇതൊക്കെ തന്നെ ഈ ശൈലിയിൽ. കപ്പിയാർ എന്ന വാക്ക് പോലും ക്രൈസ്തവരിപ്പോൾ ഉപയോഗിക്കുന്ന അവരുടെ പള്ളികളിലെ പള്ളിയും പള്ളിക്കൂടവും പട്ടക്കാരും കപ്പിയാരും, കപ്പിയാർ എന്ന വാക്കും മുത്തുക്കുടയും ഒക്കെ തന്നെ വരുന്നത് ബുദ്ധിസത്തിൽ നിന്ന് നേരിട്ട്, പാലിയിൽ നിന്ന്, പാലി ദക്ഷിണി പാലി ബന്ധമുള്ള വാക്കുകളാണ് കപ്പിയാർ എന്ന വാക്ക്. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സംസ്കാരത്തിൽ ക്രൈസ്തവവും ഇസ്ലാമികവും ജൂതവും പിന്നെ ജൈനവും ബൗദ്ധമായ ആധാരമാണ് അതിനുള്ളത്. ഇതൊന്നും സംസ്കൃതത്തിൽ നിന്നോ ഹൈന്ദവത്തിൽ നിന്നോ വേദത്തിൽ നിന്നോ ഈ പറയുന്ന സ്മൃതി പുരാണങ്ങളിൽ നിന്നോ വന്നിട്ടുള്ളതല്ല എന്ന് സൂചിപ്പിക്കുക. അമ്പലം എന്ന പള്ളി മാത്രമല്ല, അമ്പലം എന്ന വാക്ക് പോലും ദ്രാവിഡത്തിൽ നിന്നാണ്, എന്ന് പറഞ്ഞാൽ തമിഴത്തിൽ നിന്നാണ്. തമിഴ് വാക്കാണത്. അൻപിൻ്റെ അളം, അരുളൻപനുകമ്പ മൂന്നിനും പൊരുളെന്നാണ് ഇത് ജീവതാരകം, അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി എന്ന് ഗുരു നേരത്തെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം അനുകമ്പാ ദശകം, അതും 1913-14 കാലത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെയാണ് നബിയെ, കരുണാവാൻ നബി പുത്തുരത്നമായിട്ട് കേരള കവിതയിൽ തന്നെ ആധുനിക കാലത്ത് ആദ്യമായിട്ട് അവതരിപ്പിക്കും. ക്രിസ്തുവിനെ കുറിച്ച് പരമേശ പവിത്രപുത്രൻ, മനുജാകൃതി പൂണ്ട ധമമോ എന്ന് ബുധനെ, ഗോതമനെ, കോതയാരെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ രീതിയിലുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ആധാരത്തിലാണ് പള്ളി കിടക്കുന്നത്. പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അപധർമ്മിക്കാനാവാത്ത ഒരു സൗത്ത് ഇന്ത്യൻ പദമാണ് പള്ളി. അതുപോലെ തന്നെയാണ് അൻപലം. അൻപിൻ്റെ അളമാണത്. കാരുണ്യത്തിൻ്റെ, മഹാകരുണയുടെ, മൈത്രിയുടെ കേന്ദ്രം എന്ന് മാത്രമേ, അല്ലെങ്കിൽ അളം, സ്പേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അമ്പളം, അമ്പളമാണ് അൻപലം എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അത് സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. അപ്പോൾ പള്ളിയാകട്ടെ അമ്പലമാകട്ടെ ചേരിയാകട്ടെ മൊണാസ്ട്രി എന്നാണ്. ചേരി എന്ന് പറഞ്ഞാൽ ബൗദ്ധ മൊണാസ്ട്രി ആയിരുന്നു. ഇപ്പം പിൽക്കാലത്ത് ബൗദ്ധരെ മ്ലേച്ഛരും ശൂന്യരും ഹീനരുമാക്കിയതോടുകൂടി അത് തൊട്ടുകൂടാത്തവരുടെ താമസ സ്ഥലം, ചേരി, പുലേച്ചേരി, പറയച്ചേരി എന്ന രീതിയിലേക്ക് അതിനെ ഇകഴ്ത്തുകയാണ്. ബ്രാഹ്മണിക സാംസ്കൃതികമായിട്ടുള്ള സംസ്കൃതവൽക്കരണത്തിലൂടെയാണ് വൈദികവൽക്കരണവും ഹൈന്ദവവൽക്കരണവും കൊടുമ്പിരിക്കൊള്ളുന്നത്. നമ്മുടെ സ്ഥലനാമങ്ങളെ, കുരവയൂരിനെയാണ് ഗുരുവായൂരാക്കിയത് എന്ന് നമുക്കറിയാം. സംഘസാഹിത്യത്തിലെ ശബരിമലയെയാണ് ശബരിമലയാക്കി അത് രാമായണത്തിലെ ശബരിയുമായി ബന്ധിപ്പിച്ച് രാമന്റെ പുളകമാക്കി മാറ്റിയത് എന്ന് നമുക്ക് രാമവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്തത്. ശബരിമാനികൾ മേഞ്ഞ മലയാണ് സംഘസാഹിത്യ അകനാനൂറിലും പുറനാനൂറിലും ഒക്കെ വരുന്ന ശബരിമല. ഇപ്പോഴും തമിഴിൽ ശബരിമല എന്നാണ് പറയുന്നത്. ശബരിമാനികൾ എന്ന് പറഞ്ഞാൽ മ്ലാവുകളാണ്. കൂടുതൽ രോമ ആവരണം, അതിനാണ് ചവരി എന്ന് പറയുന്നത്. ചവരുള്ള നെല്ലിനെ കുറിച്ച് പോലും പറയും. ചവരുള്ള നെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാനുള്ള തവിട് കൂടിയ നെല്ലിനാണ്. അതിനാണ് ഏറ്റവും വില. 300 രൂപ കൊടുത്താൽ ഇപ്പോൾ രക്തശാലിയോ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ആ ചവര്, അതാണ് ശബരിമല, ശബരിമാനികൾ മേഞ്ഞ മല. പിന്നെ മറ്റ് ശബരീശോ എന്ന് പറയുന്ന ഒരു ബുദ്ധമുനിയെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാദവുമുണ്ട്. ഏതായാലും ഇത് രാമായണത്തിലെ ശബരിയല്ല എന്നുള്ളത് വ്യക്തമാണ്. MS ജയപ്രകാശ്, കൊല്ലംകാരനായിട്ടുള്ള നമ്മുടെ MS ജയപ്രകാശ് തന്നെ ഈ രാമവൽക്കരണ ഭീകരതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ശബരിമലയെ രാമവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി, ശബരിയും ഒക്കെ കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ അവസ്ഥ എങ്ങനെയായി. EWS ആദ്യം നടപ്പാക്കിയ ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ എന്താണിപ്പോൾ? 2018 96% ഒറ്റജാതിക്കാരായി. അവിടെയാണ് മുന്നാക്കർക്ക് മാത്രമുള്ള സാമ്പത്തിക സംവരണം 10% കൂടി നടപ്പാക്കിയത്. അവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 106% ഒറ്റജാതിക്കാരുടെ കുത്തകയായി മാറി. ഒളിഗാർക്കിയുടെ കോളനിയായി, കുലീനരുടെ കുത്തക ഭരണ കോളനിയായിട്ട് അതിനെ മാറ്റി. അമിത പ്രാതിനിധ്യമാണ് ഫാഷിസത്തിലേക്ക് നയിക്കുന്നത്. ബാബാ സാഹേബ് അംബേദ്കർ മാത്രമല്ല, അന്റോണിയോ ഗ്രാംഷി
മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള അന്റോണിയോ ഗ്രാംഷി വിശദീകരിച്ചതാണ് ഇറ്റാലിയൻ ഫാഷിസത്തിന്റെ, ക്ലാസിക്കൽ ഫാഷിസത്തിന്റെ ബെനിറ്റോ മുസോളിനിയുടെ തടവറയിൽ കിടന്ന് പീഡനമേറ്റ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതാണ്. ഒളിഗാർക്കിയാണ് ഫാഷിസം ഉൽപ്പാദിപ്പിക്കുന്നത്, ഒളിഗാർക്കി ഫാഷിസത്തിലേക്ക് നയിക്കുന്നു. ഇറ്റാലിയൻ ചരിത്രത്തിലെ പ്രഭുത്വ വാഴ്ച, ഇവിടുത്തെ പ്രഭുത്വ പൗരോഹിത്യ വാഴ്ച, ബ്രാഹ്മൺ ശൂദ്ര നെക്സസ്, ഇതാണ് ഒലിഗാർക്കി എന്ന് പറയുന്നത്. എപ്പോഴും ഈ കുലീനർ തന്നെയാണ്. നിയമസഭ എടുത്താലും പഞ്ചായത്ത് എടുത്താലും ക്യാബിനറ്റ് എടുത്താലും 8% 60, 70, 80, ദേവസ്വം ബോർഡ് പോലെ 96% നിൽക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അക്കാദമികൾ, മന്ത്രിസഭ, പാർലമെന്റ്, പഞ്ചായത്ത്, നിയമസഭ, ഇവിടെയൊക്കെ 8%, 60, 70, 80, 90 കഴിഞ്ഞ് 100-ലെത്തി നിൽക്കുകയാണ്. പിന്നെ ബാക്കി 90, 99% ജനത പിന്നെ എവിടെ പോകും? അവർക്ക് എവിടെ പ്രാതിനിധ്യം കിട്ടും? അവരെവിടെ പോകണമെന്നാണ് പറയുന്നത്? ഈ നഗ്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രാതിനിധ്യത്തിന്റെ കണക്ക് പറയുമ്പോൾ സാമ്പത്തികം പറയുകയാണ്, പയറിന്റെ കണക്ക് പറയുമ്പോൾ അരിയുടെ കണക്കാണ് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ജനായത്ത വ്യവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിയില്ല. അതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. ഈ ഒളിഗാർക്കി ഫാഷിസത്തിലേക്ക് നയിക്കുന്നു, അതിനെ പുനരുൽപ്പാദിപ്പിക്കും. അപ്പൊ ഈ ഒലിഗാർക്കിക്കെതിരായിട്ടുള്ളൊരു ചരിത്രമാണ്. ഒലിഗാർക്കിയെ കുറിച്ചുള്ള ഒരു മുദ്രകൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. പട്ടണത്തിൽ നിന്നാകട്ടെ, കീഴടിയിൽ നിന്നാകട്ടെ, അവിടുന്ന് ഒരിടത്തുനിന്ന് ലിംഗവും കിട്ടുന്നില്ല, യോനിയും കിട്ടുന്നില്ല, കൃഷ്ണനും കിട്ടുന്നില്ല, രാമനും ഇല്ല, ശിവനും ഇല്ല. അവിടെ കിട്ടുന്നത് എന്താണ്? ധമ്മലിപിയാണ് അവിടെ കിട്ടുന്നത്. അശോകന്റെ ബ്രാഹ്മി, അശോകൻ ധമ്മലിപി, അതാണ് അവിടെ കിട്ടുന്നത്. അതിൽ പട്ടണത്തിൽ നിന്ന് കിട്ടിയത് അമണ എന്നാണ്. അമണ എന്ന് പറഞ്ഞാൽ തമിഴ് ബ്രാഹ്മിയിലാണ് അത് എഴുതിയിരിക്കുന്നത്, തെക്കൻ വഴക്കത്തിൽ. അമണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്കൃതത്തിൽ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ, അതുകൊണ്ട് പറയാം ശ്രമണ. അമണ എന്ന് പറഞ്ഞാൽ ശ്രമണ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജൈനരെയും ബൗദ്ധരെയും സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ അമണ. തമിഴിൽ അമണ എന്നാണ് പറയുന്നത്. അമനകര കേരളത്തിലുള്ളതാണ്. വെള്ളിലാപ്പള്ളിക്കടുത്ത് കോട്ടയം ജില്ലയിലുള്ള സ്ഥലമാണ് അമനകര. അമണരുടെ കരയായിരുന്നു അത്. അതിനെ മാറ്റിയിട്ടാണ് പിന്നീട് രാമപുരം എന്നൊരു പേരാണ് ഇപ്പോൾ പ്രചാരത്തിലായിരിക്കുന്നത്. ഇങ്ങനെയാണ് കുറവരുടെ കുരവൈക്കൂത്ത് നടന്ന ഈ സംഘകാല സാഹിത്യത്തിലൊക്കെ ഉള്ളതാണ്. കുറവരുടെ വേലൻ വെറിയാട്ടും കുറവരുടെ കുരവൈക്കൂത്തും. ഇതൊക്കെ നടന്ന കുരവൈക്കൂത്ത് നടന്ന സ്ഥലമാണ് ഈ പറയുന്ന കുരവയൂർ. പ്രാചീന പാലയൂരിനടുത്തുള്ള പ്രാചീന തുറമുഖമായിരുന്നു. പിൽക്കാലത്ത് സെയിൻറ് തോമസ് ഒക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ സ്ഥലത്തെയാണ് പിന്നെ ഗുരുവായൂർ, അവിടെ കുറവ എന്നതിന് പകരം ഗു എന്നുള്ള ഒരൊറ്റ ശബ്ദം മാറ്റി. അപ്പൊ പകുതി സംസ്കൃതവൽക്കരിച്ചു. ഊര് മാറ്റാൻ പറ്റുന്നില്ല, ഊരും ചേരിയൊന്നും മാറ്റാൻ പറ്റുന്നില്ല. കായിനെ ഗു ആക്കി. അപ്പൊ പിന്നെ ഗുരുപവനപുരം എന്നൊക്കെ സംസ്കൃതത്തിൽ ഗീർവാണങ്ങൾ പടയ്ക്കുവാനും ഈ പറയുന്ന ശബരിമലയാക്കി രാമനും രാമായണവും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കാനും കഴിയുന്ന പോലുള്ള പരിപാടികൾ. ഇത്തരം ഗിമ്മിക്കുകളിലൂടെയാണ്, സംസ്കൃതവൽക്കരണത്തിലൂടെയാണ് സ്ഥലത്തിൻ്റെ ചരിത്രത്തെ മാറ്റുന്നതും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ ചമയ്ക്കുന്നത്. അപ്പം ഇതിനെതിരായിട്ടുള്ള തെളിവുകളാണ്, സംഘ സംസ്കാരത്തിൻ്റെ തെളിവുകളാണ്, ബ്രാഹ്മി ലിപിയാണ്, ബുദ്ധിസത്തിൻ്റെ ജനങ്ങളിലേക്ക് പടർത്തിയ തമിഴ് ബ്രാഹ്മിയുടെ ധമ്മലിപിയുടെ അടയാളങ്ങളാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. അവിടുന്ന് കിട്ടുന്ന ഗ്ലോബൽ ട്രേഡിൻ്റെ മെഡിറ്ററേനിയൻ പോട്ടറി, റോമൻ ആംഫോറ, അറേബ്യൻ വെസ്റ്റ് ഏഷ്യൻ പോട്ടറി, ഇന്ത്യൻ റൂലറ്റഡ് വെയർ, ഇന്ത്യൻ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്നൊക്കെ പറയുന്ന ഭിക്ഷാപാത്രങ്ങൾ, പട്ടണം വെയർ എന്ന് തന്നെ പറയുന്ന ലക്ഷക്കണക്കിന് പാത്രശകലങ്ങളാണ്. ചൈനീസ് പിഞ്ഞാണ പാത്രശകലങ്ങൾ അതുപോലെ തന്നെ. അപ്പൊ ചീനക്കാരും ഇവിടെ, കൊല്ലത്തിന് പറയേണ്ടതില്ല, ചീനക്കടയ തന്നെ ഇവിടെ കിടക്കുകയാണ്. ചൈനീസ് നാണയങ്ങൾ ഇവിടെ തങ്കശ്ശേരിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള നമ്മുടെ ആഗോള ബന്ധങ്ങൾ, വാണിജ്യ സംസ്കാര വിനിമയ ബന്ധങ്ങൾ, നമ്മുടെ അടിസ്ഥാന സംസ്കാരമായ ബുദ്ധിസത്തിന്റെ എഴുത്ത് രേഖകൾ, ചേരന്മാരുടെ നാണയങ്ങൾ, ഞാൻ പറഞ്ഞ ആദന്മാർ, നെടും ചേരലാദൻ, ചേരൻ സെങ്കുട്ടുവൻ, ഇവരുടെയൊക്കെ ആ ആന ഗജോത്തമൻ, അശോകൻ ഉപയോഗിച്ച ഗജോത്തമൻ ബുദ്ധനെ പ്രതിനിധാനം ചെയ്യാൻ അദ്ദേഹം മനുഷ്യരൂപം ഉപയോഗിച്ചില്ല. അശോകന് ശേഷം മഹായാനത്തിലാണ് പിന്നീട് ഇപ്പോൾ ഇരിക്കുന്ന ഒരു യക്ഷരൂപം ഉണ്ടായത്. ഇപ്പോൾ കാണുന്ന ബുദ്ധരൂപം പിന്നീട് മഹായാനത്തിലുണ്ടായതാണ്. അപ്പോൾ ഏതായാലും ആ ചേരന്മാരുടെ നാണയങ്ങൾ, ശ്രീലങ്കൻ അശോകന് സഹോദരനായി കണ്ടിരുന്ന ദേവാനാംപിയ തിസ്സയുടെ, ദേവാനാംപിയ അശോകന്റെ സഹോദരതുല്യനായിരുന്നു ദേവാനാംപിയ തിസ്സ, ശ്രീലങ്കയിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാണയങ്ങൾ, അദ്ദേഹത്തിന് അയച്ച എഴുത്തുകൾ, ഇങ്ങനെയൊക്കെയുള്ള രേഖകളാണ് ഇൻഡസ് വാലിയിൽ നിന്നുള്ള ചില ബിംബങ്ങൾ, മീനമുദ്ര,
പാണ്ഡ്യരുടെ കൊടിയടയാളം തന്നെയാണ് മത്സ്യമുദ്ര. ബുദ്ധന്റെ അടിസ്ഥാനമായിട്ടുള്ള ബുദ്ധിസത്തിലെ മറ്റൊരു ലോഗോയാണ്. സഹോദരന്റെ ലോഗോ ആലിലയായിരുന്നു, സഹോദരൻ പത്രത്തിന്റെ ലോഗോ. അതുപോലെ മറ്റൊരു അഷ്ടബിംബങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ മീൻ മുദ്ര. അതാണ് പാണ്ഡ്യരുടെ കൊടിയടയാളം. അപ്പൊ ആ മീൻ മുദ്ര അത് ഇൻഡസ് വാലിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു മത്സ്യമുദ്രയാണ്. അപ്പൊ അതിന് തുല്യമായിട്ടുള്ള മുദ്രകൾ. അപ്പൊ ഇൻഡസ് വാലി, കാർണീലിയൻ ബീഡുകൾ, രത്നങ്ങൾ, ചെറിയ പ്രഷ്യസ് സ്റ്റോണുകൾ, ആഭരണങ്ങൾ, പിന്നെ വജ്രങ്ങൾ, പിന്നെ നിരവധി ലോഹ ആയുധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മുടെ പട്ടണത്തു നിന്നും കീഴടിയിൽ നിന്ന് പ്രത്യേകിച്ചും കിട്ടിയത്. കീഴടിയെ അവർ ലോകോത്തരമായ ഒരു മ്യൂസിയമാക്കി മാറ്റി. ദ്രവിഡിയൻ മൂവ്മെന്റ് സ്റ്റാലിൻ്റെ കീഴിൽ അവർ ലോകോത്തരമായ ഒരു സൈറ്റ് മ്യൂസിയം അവിടെ തുറന്നു. എല്ലാ ട്രെഞ്ചുകളും സന്ദർശകർക്ക് അനുവദിച്ചു. ലോകത്തെ എല്ലായിടത്തു നിന്നുമുള്ള ചരിത്ര വിജ്ഞാന കുതികികൾ മനുഷ്യന്റെ പൊതുചരിത്രത്തെക്കുറിച്ച്, ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും സൗത്ത് ഇന്ത്യയെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അവിടെ പോയി അത് കാണുകയും നമുക്ക് എല്ലാവർക്കും പോയി സൗജന്യമായി കാണുകയും ചെറിയ ഒരു ഫീസിൽ നമുക്ക് ആ മ്യൂസിയത്തിൽ കയറി കാണുകയും ഫോട്ടോഗ്രാഫി നടത്തുകയോ വീഡിയോഗ്രാഫി നടത്തുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ലോകോത്തരമായ ഈ അമണ എന്ന് പറയുന്ന ഈ ബ്രാഹ്മി ലിഖിതം, അതായത് ബുദ്ധ ഭിക്ഷുക്കളും ഭിക്ഷുണിമാരും അവിടെ വന്നിരുന്നു. അവരുടെ പിഞ്ഞാണപാത്രങ്ങൾ, ആ ഭിക്ഷാപാത്രങ്ങൾ അവിടെ കിട്ടി, ലക്ഷക്കണക്കിന് കിട്ടി. അതിൽ അമണ എന്ന എഴുത്തും കൂടി കിട്ടിയതോടുകൂടി കേരളത്തിൻ്റെ ബൗദ്ധ ചരിത്രം പുറത്തേക്ക് വരുമെന്ന് വേവലാതി പൂണ്ട ഇവിടുത്തെ ചരിത്ര ലോബി, സവർണ ചരിത്ര ലോബി, ഈ ഒളിഗാർക്കിയുടെ ശക്തികൾ, സവർണ സിറിയൻ അധികാര ശക്തികൾ അതിനെ ഏതാണ്ട് പൂട്ടിക്കെട്ടി ഒതുക്കിയ നിലയിലാണ്. അപ്പോൾ ആ രീതിയിലേക്കാണ് അത് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്ത് ചോദിച്ചതുപോലെ ചെറിയ രീതിയിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ കാര്യമായ ഗവേഷണം നടന്നിട്ടില്ല. 20 വർഷത്തോളം ലോകോത്തരമായ എക്സ്കവേഷൻ അവിടെ നടന്നു. പല സീസണുകൾ നടന്നു. ഇത്രയും കാര്യങ്ങൾ കിട്ടി. അതിന് നേതൃത്വം വഹിച്ച പ്രൊഫസർ PJ ചെറിയാനെ തന്നെ അവിടുന്ന് പുറത്താക്കി. അദ്ദേഹം സ്വതന്ത്രമായിട്ട് ഇപ്പോൾ പഠനങ്ങൾ നടത്തുകയാണ്. സൈറ്റ് മ്യൂസിയം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പോൾ പട്ടണം കീഴടിക്ക് തുല്യമുള്ള, അതിനേക്കാൾ പ്രാധാന്യമുള്ള, മുസിരീസ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആ വലിയ മഹാനഗരിയുടെ, വഞ്ചി മഹാനഗരിയുടെ ഭാഗമാണ് ഈ പട്ടണം. അവിടുന്ന് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ, തുറമുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ, നിരവധി ഈ പറയുന്ന പാത്രശകലങ്ങൾ, വെസ്റ്റേഷ്യൻ പോട്ടറി, റോമൻ ആംഫോറ, ഗ്രീക്കോ റോമൻ വെയർ, അറേബ്യൻ ചൈനീസ് പാത്രശകലങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടം ഏതാണ്ട് ഇല്ലാതാക്കപ്പെട്ട, ഒതുക്കപ്പെട്ട, തമസ്കരിക്കപ്പെട്ട അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ എന്ത് പ്രബുദ്ധതയാണ് നമുക്ക് പറയാനുള്ളത് എന്നാണ് നാം ചോദിക്കേണ്ടത്. തമിഴകത്ത് കീഴടിയെ എങ്ങനെ ഒരു ലോകോത്തരമായ സൈറ്റാക്കി ലോകത്തെ അവിടേക്ക് ആകർഷിക്കുന്നു, അല്ലെങ്കിൽ തമിഴ് സംസ്കാരത്തെ ലോകോത്തരമായി അതിനെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നു. അതേസമയം കേരളത്തിൽ നോക്കൂ, സ്വന്തം ചരിത്രത്തെ മായിച്ചും മറച്ചും ഒതുക്കിയും ചവിട്ടിപ്പിടിച്ചും മൂടിവെച്ചും ആ മാബലിയെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാബലിയെ സഹോദരൻ പാടിയിട്ടുണ്ട്. ദാനം കൊടുത്ത സുമതി തൻ്റെ ശീർഷം ചവിട്ടിയ യാചകനും എന്നാണ് ആ വാമനെ കുറിച്ച് സഹോദരൻ ചോദിച്ചത്. ഗാന്ധിയോട് നേരിട്ട് ചോദിച്ച, മിസ്റ്റർ ഗാന്ധി, താങ്കളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്നാണ് ഗുരുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ചോദിച്ചത്. കാരണം ഗുരു നേരത്തെ എഴുതിയല്ലോ, ആ കൊല്ലുന്നവൻ ദൈവമല്ല, അവൻ മൃഗത്തിന് തുല്യനവൻ എന്ന് എഴുതിയിട്ടു. അപ്പോൾ ഈ രീതിയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ, വർത്തമാന അവസ്ഥ. അത് ഭാവിയിലേക്ക് ഒട്ടും ശോഭനീയമല്ല. വലിയ ജനകീയമായ ഇടപെടലുകൾ ഉണ്ടാകണം, നയപരമായ ഇടപെടലുകൾ ഉണ്ടാകണം. വലിയ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സംസ്കാരം, സ്വന്തം സംസ്കാരവും ചരിത്രവും മൂടിക്കൊണ്ട് സത്യത്തെയും നീതിയെയും മറച്ചുകൊണ്ട് നമുക്കൊന്നും നിർമ്മിക്കാനാവില്ല. ഏത് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയാലും കള്ളത്തിനും ചതിക്കും വഞ്ചനയ്ക്കും മുകളിൽ നമുക്കൊരു പുതിയ സമൂഹത്തെ സ്വപ്നം കാണാനോ കെട്ടിപ്പടുക്കാനോ കഴിയില്ല. ആദ്യം നാം നമ്മുടെ ചരിത്രം അംഗീകരിക്കണം. നാം ആരായിരുന്നു, നാം എങ്ങനെ ആയി എന്ന ചരിത്രം മനസ്സിലാക്കണം. അതിനെ ലോകസമക്ഷം തുറന്നു കാണിക്കാനും അതിൻ്റെ നല്ല അംശങ്ങളെ ലോകത്തിന് വാഗ്ദാനം ചെയ്യാനുമുള്ള ശേഷി കൈവരിച്ചാൽ മാത്രമേ ഒരു നാഗരികമായ, ആധുനികമായ ഒരു സമൂഹമായി നമുക്ക് വളരാൻ കഴിയൂ, ഭാവിയിലേക്ക് കഴിയൂ. അതുകൊണ്ടാണ് ഭാവിയും വർത്തമാനവും പ്രധാനമായതുകൊണ്ടാണ്, സത്യവും നീതിയും പ്രധാനമായതുകൊണ്ടാണ് നാം ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.
കീഴടിയുടെയും പട്ടണത്തിൻ്റെയും പ്രാധാന്യം അതാണ്. അതിൻ്റെ താരതമ്യ വിചാരം പ്രത്യേകിച്ചും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാനിവിടെ ചുരുക്കുകയാണ്. ഇതിന് അവസരം തന്ന കേരള യുക്തിവാദി സംഘത്തിനും എല്ലാ സഹോദരങ്ങൾക്കും കേട്ടിരുന്ന എല്ലാ നന്നവരായ പ്രതിനിധികൾക്കും മറ്റ് അഭ്യുതകാംക്ഷികൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ ചുരുക്കുന്നു. നന്ദി.